ആദരപൂർവ്വം ക്ഷണിക്കുന്നു. തന്റെ തനതു ശൈലിയിൽ ജനപതിനായിരങ്ങളെ കൈവെള്ളയിൽ ഒതുക്കിയ അനുഗ്രഹീത പ്രഭാഷകൻ അഷ്ഫാഖ് ഫൈസി നന്ദാവര പ്രഭാഷണത്തിനായി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان وما لم يشأ لم يكن. لا حول ولا قوة إلا بالله العلي العظيم. وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولا تقولن لشيء إني فاعل ذلك غدا إلا أن يشاء الله. صدق الله العلي العظيم. أشد الناس بلاء الأنبياء ثم الأمثل فالأمثل أو كما قال شفيعنا رسول الله. ولقد علمت بأن دين محمد من خير أديان البرية دينا. وعلم أمة سيدنا محمد. ഏറ്റവും സ്നേഹാദരവും ബഹുമാനം നിറഞ്ഞ ഈ ജമാഅത്തിൽ
പരിശുദ്ധമായ ദീന്റെ കാര്യത്തിന് നേതൃത്വം കൊടുക്കുന്ന ബഹുവന്യരായ പ്രസിഡന്റ് വിജയ ഹനീഫ ജബറുകളെ, ജമാഅത്തിലെ ജനറൽ സെക്രട്ടറി ഷഹാബ് സഖാഫി ഉസ്താദ് അവറുകളെ, മോനാജ് അവറുകളെ, ഈ ഇൽമുടെ സദസ്സിൽ അല്ലാഹുവിന്റെ ഇബാദത്ത്, അല്ലാഹുവിനു വേണ്ടി ഒരു മുഅ്മിനായ മനുഷ്യൻ ചെയ്യുടെ ഇബാദത്തിന സൗന്ദര്യം മനോഹരമായ രീതിയിൽ ഏതൊരു മുഅ്മിനായ മനുഷ്യന്റെ ഖൽബുക തട്ടുന്ന വിധത്തിൽ പ്രസംഗിച്ച് വലിയ പണ്ഡിതനായ അബ്ദുൽ വാസിഅ ബാഖവി ഉസ്താദ് അവറുകളെ, വേദിയിലുള്ള നേതാക്കളെ, പണ്ഡിതന്മാരെ, സദസ്സിലുള്ള ബഹുമാനമുള്ള മുഅ്മിൻകളെ, ഉമ്മമാരെ, പെങ്ങമാരെ, വിദ്യാർത്ഥിനികളെ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഈ മജ്ലിസിൽ അല്ലാഹു ഞങ്ങളിൽ നിന്ന് ഖബൂലാക്കട്ടെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹഖ് ജാഹ ബറക്കത്തുകൊണ്ട്, ബദരീങ്ങളെ ബറക്കത്തുകൊണ്ട്, എല്ലാ സ്വാലിഹീങ്ങളായ ഔലിയാക്കന്മാരെ ബറക്കത്തുകൊണ്ട്, പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട സയ്യിദ് മദനി തങ്ങളെ ഹഖ് ജാഹ ബറക്കത്തുകൊണ്ട് അല്ലാഹു ഇവിടെ ഒരുമിച്ചുകൂടി ഞങ്ങളെല്ലാവരും ദുനിയാവും ആഖിറവും ഇസ്സത്തിലും സലാമത്തിലുമാക്കട്ടെ. ആമീൻ. ബഹുമാനമുള്ള മുഅ്മിനുകളെ, ആമുഖം എന്തും നീട്ടിയോണ്ട് പോണ്ടില്ല. പരിശുദ്ധമായ ഈമാൻ അഥവാ മുഅ്മിൻ ചൊന്നിട്ട് അവകാശപ്പെട്ട കൻകത്തെ മുഅ്മിനീങ്ങളായ നങ്ങ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി ചെയ്ത ഇബാദത്തിനെ സംബന്ധിച്ച് ആ ഇബാദത്ത് ചെയ്യുന്നകൂറ് മുഅ്മിനായ മനുഷ്യൻകുള്ള ബാധ്യത ഏതു രൂപത്തിലായിട്ടിക്കുന്ന ഇബാദത്ത് എങ്ങനെ സൂക്ഷ്മത്തിൽ ജീവിക്കണോണ്ടു അവസാനം ബഹുമാനപ്പെട്ട അബ്ദുൽ വാസിഅ ബാഖവി ഉസ്താദ് ചൊന്ന അവർ ഉപദേശം, പ്രത്യേകിച്ച് എൻ്റെ ഉമ്മമാർ സഹോദരിമാരെ മനസ്സിലാക്കുന്നുകൊള്ള അവർ ഉപദേശം ഉസ്താദ് മലയാളത്തിൽ ചൊന്നെങ്കിലും എല്ലാവർക്കും അത് അർത്ഥായിട്ടിക്കൊണ്ട് നബീകരിക്കല. ഒരു പെണ്ണിടെ അവസാനം മരണാനന്തര മയ്യത്ത് കുളിപ്പാട്ടി കഫൻ ചെയ്തിട്ട് കൊണ്ടുപോയിട്ട് ആ മയ്യത്തിന് മേലിൽ നിസ്കരിക്കണു വേണ്ടി മയ്യത്തിനെ കട്ടിയിലെ ഉൽഗത്തിൽ വെച്ച് കിടപാട്ടിയപ്പ ആ മയ്യത്തിനെ നടുഭാഗത്തിൽ ഇമാമ നിൽക്കിടുകയുണ്ട്. അതിന്റെ രഹസ്യ എന്ത് കഥ അങ്ങനെ ചൊല്ലതിനെ വിശദീകരിച്ച് ഈ ഒരു വിശദീകരണം, ഈ ഒരു ഉപദേശം ഈമാനുള്ള ഒരു പെണ്ണുക്ക് സ്വന്തം ശരീരത്തെ ഔറത്തിനെ കാത്തു സൂക്ഷിക്കണു അള്ളാഹുടെ പേടിയുന്നെങ്കിലും അയ്യാവോട് മറിച്ചൽ പിന്നെ പോലും ആ മയ്യത്തരെ നടുഭാഗത്ത് ഇമാമ നിക്കണോ ആണ്. മറിച്ചെങ്കിൽ അങ്ങനെയല്ല, ആണികളെ മയ്യത്തര അങ്ങനെയല്ല, ആണികളെ മയ്യത്തര തലഭാഗത്താണ് ഇമാമ നിക്കടെ. എങ്കിൽ ആ മയ്യത്ത് പെണ്ണാണെങ്കിൽ പെണ്ണിടെ നടുഭാഗത്ത് നിക്കടെ പെരകവുള്ള ആളുമാർക്ക് പെണ്ണിടെ ആ ഭാഗം കാണുകു തീരാച്ചൊന്നും മറക്കണുകു വേണ്ടിട്ട് ഓപ്പൺ ഉള്ളതല്ല. കുളിപ്പാട്ടിട്ട് കഫൻ ചെയ്തിട്ട് ഒരു കട്ടിയിലെ ഉൽഗ വെച്ചിട്ട് മറച്ചിട്ട് കൊണബന്ന കൻകത്തെ ആ ശരീരത്തുക പോലും അത്തരം മാത്രം സംരക്ഷണ കൊടുക്കണോണ്ട് പരിശുദ്ധ ഇസ്ലാം പഠിപ്പാട്ടിട്ടുണ്ടെങ്കിൽ ഔറത്തര ബഗ്ഗെ ഞങ്ങളെ തടിരെ ബഗ്ഗെ പിന്നെ ഒരാള് ആകർഷിച്ചു പോവാച്ചോളുടെ ആ ഒരു ചിന്തലായിട്ടിക്കണു ഒരു പെണ്ണിടെ ജീവന അവളുക്ക് ബുദ്ധി വന്നതിൽ മുതൽ മരിക്കെടുത് വരേക്കും അള്ളാഹു ഈമാൻ തന്ന് അനുഗ്രഹിക്കട്ടെ. ഇതാണ് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്ന കാരണം. പ്രത്യേകിച്ചിട്ടും അള്ളാഹുടെ സ്വാലിഹീങ്ങളായ ഔലിയാക്കന്മാരുടെ ഉറൂസു അതിനൊട്ടിಗೆ അനുബന്ധിച്ച് നടത്തിരകനിക്കത്തെ വഅദയുടെ മജ്ലിസുകളെല്ലാം ഞങ്ങൾ ബറുമ്പത്തുക പലപ്പോഴും അന്യാനികളെ എതിരുക അന്യാനികളെ ഇടലായിട്ടെല്ലാം നടക്കണായിട്ടെല്ലാം വന്നുപോണ്ട് അത് സാധ്യായത്തര സൂക്ഷിക്കൊള്ളു, ജാഗ്രത ആക്കിക്കൊള്ളു. ഇനങ്ങനെ സന്ദർഭത്തിൽ അങ്ങനെ ആയി പോയെങ്കിൽ പോലും ഞങ്ങൾ ഔറത്ത് പൂർണ്ണമായി മറച്ചിട്ട് തല താത്തിട്ട് ജാഗ്രതയിലും ഇസ്സത്തിലും അള്ളാഹുടെ പേടിച്ചിട്ട് ആ മഹാന്മാരെ പൊരുത്തത്തെ ആഗ്രഹിച്ചിട്ട് നടക്കൊണ്ടിട്ട് നാ ഓർമ്മപ്പെടുത്തരെ. എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, മുസ്ലിമീങ്ങളായ
ഞങ്ങളെ കാണ മുന്നിൽ ജീവിച്ചു പോയ കനിക്കത്തെ മഹാന്മാർ സ്വാലിഹീങ്ങൾ അങ്ങ് കാട്ടി തന്നെ കനിക്കത്തെ തെറു അങ്ങനെ ത്യാഗോജ്വലമായ ജീവന അങ്ങനെ ഇൽമ് അങ്ങ് അല്ലാഹുരെ പേടിച്ച കനിക്കത്തെ തഖ്വ ആ തഖ്വയാണ് ഇണ്ടും ദുനിയാവുൽ ഈ നിലക്ക് ഇൽമുടെ പറത്തുണക്ക് കാരണമായി. ബഹുമാനപ്പെട്ട അബ്ദുൽ വാസി ബാഖവി ഉസ്താദ് വിശദമായിട്ട് അതിന്റെ തുടക്കത്തിൽ ചൊന്തു നാ രണ്ടാമതക്ക് കടക്കില്ല. ആ ഈമാൻ ഒരു മുഅ്മിനായി ജീവിക്കുന്നുകുള്ള കനിക്കത്തെ വ്യവസ്ഥിതമായ ഒരു അവസരത്തെ ഞങ്ങളെ മുൻഗാമികളായ ആളുമാർ എത്തുപാട്ടി തന്നിട്ടുണ്ടെങ്കിൽ എന്റെ പിരുസത്തെ മുഅ്മിനീങ്ങളെ ദുനിയാവില് ജീവിക്കുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ധാരാളം ബുദ്ധിമുട്ടും തൊന്തരയും കഷ്ടവും നഷ്ടവും നൊമ്പലവും എല്ലാം സഹിക്കൊണായിട്ട് വരും. അത് എത്ര വലിയ ആളാണെങ്കിൽ പോലും അല്ലാഹുവിന്റെ റസൂൽ ചെന്ന ഒരു ഹദീസിൽ അശദ്ദുൻ നാസി ബലാ അൽ അംബിയാ, ഈ ദുനിയാവിൽ ഏറ്റവും വലിയ വലിയ പരീക്ഷണത്തിന് വിധേയമായത് അല്ലാഹുവിന്റെ പ്രവാചകന്മാരാണ്, അല്ലാഹുവിന്റെ നബിമാരാണ്. അല്ലാഹുവിന്റെ നബിമാരാണ് ഈ ദുനിയാവിൽ ഏറ്റവും വലിയ വലിയ പരീക്ഷണങ്ങൾക്ക് വിധേയമായത്. അല്ലാഹുവിന്റെ പ്രവാചകന്മാരെ നബിമാരെ നന്തര ഈ ദുനിയാവിൽ വലിയ വലിയ പരീക്ഷണത്തുകൊളകായിടെ സ്വാലിഹീങ്ങളായ ഔലിയാക്കന്മാർ, ആ ഔലിയാക്കന്മാരെ നന്തര ആ ഔലിയാക്കന്മാരെ തുടർന്ന് ജീവിക്കുന്ന കനിക്കത്തെ മഹാന്മാർ, വലിയ വലിയ മഹാന്മാർ അങ്ങാണ് അല്ലാഹു വലിയ വലിയ പരീക്ഷണത്തെ കൊടുത്തത്. പക്ഷെ നിസാരമായ എന്തെങ്കിലും ചെറിയ ചെറിയ വിഷയ ഒരു ഈപ്പെടെ രംഗയുടെ ബല പോലും ഇല്ലാത്ത കണിക്കത്തെ പരീക്ഷണത്തെ മുന്നുള്ളൂ പരാജയപ്പെട്ടിട്ട് ഒരു മുഅ്മിനായ മനുഷ്യൻ ആത്മഹത്യ പോലോത്തേക്ക് ശരണാവിടാ ചൊല്ലത് ഞങ്ങൾ ആലോചനയാക്കുന്ന വിഷയം. അല്ലാഹുവിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചൊല്ലല്ലേ അല്ലാഹുവിന്റെ റസൂലുകു എത്ര വലിയ പരീക്ഷണങ്ങൾ ഉണ്ടായി. ആ തുടക്കത്തിൽ ഓതി ആയത്ത് ഏത് കൊണ്ടുണ്ട്? പരിശുദ്ധ ഖുർആന്റെ സൂറത്തുൽ കഹ്ഫ്. എല്ലാ ബലിയാസരണ്ടും ഓതൽ ഏറ്റവും കൊറോടി ചൊന്നെങ്കിൽ ഒരു 3 വട്ടയെങ്കിലും ഓതൽ സുന്നത്തുല്ല കനിക്കത്തെ സൂറത്ത്. കൊറോടി ചൊന്നെങ്കിൽ 3 വട്ട ഓതൽ, യാറെ എത്ര വട്ട വേണമെങ്കിലും ഓത. ബലിയാസരന്റെ ഓതൽ സുന്നത്തുല്ല സൂറത്ത് പരിശുദ്ധമായ സൂറത്തുൽ കഹ്ഫ്. ആ കഹ്ഫ് കൊറോടി ചൊന്നെങ്കിൽ 3 വട്ട ഓതണു ചൊല്ലുമ്പോ ഒരു വട്ട പോലും ഓതണുക ഞങ്ങൾക്ക് സാധ്യാവില്ല ചൊല്ലത് ഞങ്ങളെ ഈ മാണ്ടി ഞങ്ങൾ വന്നു ആലോചന കൊണ്ടുകൊണ്ട്. അതാണ് ഇബാദത്തിന്റെ സൗന്ദര്യത്തെ സംബന്ധിച്ച് ഞാൻ ഇത്ര നേരം കൂടെ വാഴ ചൊല്ലി ബഹുമാനപ്പെട്ട ഉസ്താദ് ആ ഇൽമുൽ അല്ലാഹു ബറക്കത്ത് കൊടുക്കട്ടെ. അപ്പൊ ആ പരിശുദ്ധ ഖുർആന്റെ സൂറത്തുൽ കഹ്ഫിൽ ചൊല്ലുടെ കനിക്കത്തെ ഒരായത്ത്. എന്തിനായത്ത്? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മക്കത്തെ മുശ്രിക്കീങ്ങളായ ചില ആളുമാര് അല്ലാഹുവിന്റെ റസൂലു നാണ് നബി അവസാനത്തെ പ്രവാചകനോ ചൊന്ന് വാദിച്ചു വരുമ്പോ അല്ലാഹുടെ നബി ഒക്ക അല്ലേ ചൊന്നിട്ട് പരീക്ഷാക്കണുക വേണ്ടി എന്തെല്ലാം കസരത്താക്കിയ ചില പണ്ഡിതന്മാർ അതുക്ക് മുന്നത്തെ മതത്തിൽ അനുസരിച്ച് ജീവിച്ച ഈസാ നബി അനുസരിച്ച് ജീവിച്ച ആൾമാർ അല്ലാഹുവിന്റെ റസൂൽ ഒക്ക ചൊന്നിട്ട് ടെസ്റ്റ് ആക്കി നോക്കിയിട്ട് ഷഹാദത്ത് കലിമ ചൊന്ന് മുസ്ലിമായില്ല. എങ്കിൽ ചില ആൾമാർ അല്ലാഹുവിന്റെ റസൂലിനെ ഏത് മുഅ്ജിസത്ത് കണ്ടിട്ടും അല്ലാഹുവിന്റെ റസൂലോ ചൊന്ന് ഉറപ്പാവിടെ എല്ലാ അടയാളത്തെ കണ്ടിട്ടും കിബറു കൊണ്ടിട്ടു അല്ലാഹുവിന്റെ റസൂൽ അംഗീകരിച്ചിട്ടില്ല. കിബറു ചൊല്ലത് അങ്ങനല്ലേ? ഒരു മനുഷ്യന്റെ മനസ്സ് മീത്ത് ഒരു തെല്ല് കിബറിന്റെ ഒരു അംശം വന്നു പോയിട്ടുണ്ട് കണ്ടെങ്കിൽ പിന്നെ അവന്റെ ദുനിയാവ് നഷ്ടപ്പെട്ടു പോയിട്ട് ആഖിറത്തെ സംബന്ധിച്ച് ചൊല്ല വേണ്ട. അവനുക്ക് അല്ലാഹുടെ സ്വർഗം ഹറാമുണ്ട്. ഹബീബുനാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സ് ശുദ്ധാവണം, ഖൽബ് ശുദ്ധാവണം. എത്ര വലിയ ആലിമായെങ്കിലും എത്ര പാവപ്പെട്ട ഒരു വിവരയില്ലാത്ത ആളാണെങ്കിൽ പോലും അങ്ങനെ മനസ്സ് നല്ലാവണോ. ഇബാദത്ത് ധാരാളമുണ്ടു, പക്ഷെ മനസ്സിൽ കെബറുണ്ടോണ്ട് കണ്ടെങ്കിൽ അവന്റെ ഇബാദത്ത് അല്ലാഹു വിലവയ്ക്കില്ല. ഏതുമാവട്ടെ അല്ലാഹുവിന്റെ റസൂലിനെ ടെസ്റ്റാക്കണു വേണ്ടിയിട്ട് മക്കത്തെ മുശ്രിക്കീങ്ങളിൽ നിന്നുള്ള ചില ആളുമാർ, പ്രധാനപ്പെട്ട ചില ആളുമാർ അല്ലാഹുവിന്റെ റസൂല് മക്കത്തിൽ പ്രവാചകനായി നബിയായി വന്ന സന്ദർഭത്തില്
മദീനത്ത് പോയി ഇസ്ലാമിന്റെ ശത്രുവായ ജൂത പണ്ഡിതന്മാരെ സമീപിച്ചിട്ട് ഞങ്ങളെ മുഹമ്മദ് ചൊല്ലിയ ഒരാള് അവസാനത്തെ പ്രവാചകൻ ചൊന്നിട്ട് അവകാശപ്പെട്ടു ഞാൻ അള്ളാന്റെ അവസാനത്തെ നബിയിട്ട് ഒരാൾ ചൊന്നോണ്ട് പണ്ട് അയാൾ അള്ളാഹുടെ നബിയായിട്ട് ഞങ്ങൾക്ക് അറിയണകോ അഥവാ അയാളുടെ ബഗ നിങ്ങൾ അള്ളാഹുടെ നബിയായിട്ട് ഞങ്ങൾക്ക് ചൊന്നു തരണോ ചൊല്ലുമ്പോ ജൂത പണ്ഡിതന്മാര് ഇസ്ലാമുടെ ശത്രുത ഉള്ളകനിക്കത്തെ ചില ആളുമാർ ആ മതത്തിലുള്ളാറ് ആ പണ്ഡിതന്മാർ ഈ മക്കത്തെ പോയ മുശ്രിക്കീങ്ങരുട്ടിക ചൊന്നു കൊടുക്കൂടെ ആ മുഹമ്മദ് നബി അള്ളാഹുടെ നബിയാ ചൊന്നു അറിയണകോ നാണിങ്ങൊരു തന്ത്ര ചൊന്നുതണ്ട് നിങ്ങൾക്ക് നാളൊരു ഹിക്മത്ത് പടിപ്പാട്ടിതണ്ട് അഥവാ അള്ളാഹുടെ നബി മാർഗം മാത്രം ഗൊന്തിക്കിടകനിക്കത്തെ ഒരു പ്രശ്ന അള്ളാഹുടെ നബി അല്ലെങ്കിൽ ഒരാൾക്ക് പോലും ഉത്തര ചൊല്ലണുകാവാത്ത ഒരു പ്രശ്നരെന്നാണ് ചൊന്നു പടിപ്പാട്ടിതണ്ട് ആ പ്രശ്നരെ നിങ്ങൾ മുഹമ്മദ് ചൊല്ലിയ വ്യക്തിരൊട്ടിക പോയി കേട്ടെങ്കിൽ അയാൾ അള്ളാഹുടെ നബിയായിട്ട് മീത്ത ഇല്ലാണ്ട് കണ്ടെങ്കിൽ അയാൾക്ക് അതിന്റെ ഉത്തര ചൊല്ലണുകാവില്ല ആ പ്രശ്നം മക്കത്തെ പോയ ഖുറൈശിങ്ങൾക്ക് മക്കത്തെ പോയ മുശ്രിക്കീങ്ങൾക്ക് ജൂതനായ പണ്ഡിതന്മാർ പടിപ്പാട്ടി കൊടുക്കാറ് ഏത് പ്രശ്നങ്ങൾ കൊണ്ടുണ്ട അള്ളാഹുടെ റസൂലിട്ടിക കേൾക്കൊണുകോ ഒന്ന് റൂഹു ചൊന്നെങ്കിൽ മനുഷ്യന്റെ തടില മറഞ്ഞു കിടക്കട ആത്മാവോ ചൊന്നെങ്കിൽ എന്തിരേട്ട് കേൾക്കണോ രണ്ടാമത് സ്വഹാബുൽ കഹ്ഫിന്റെ ബാലകാരമാരെ സംബന്ധിച്ച് കേൾക്കണോ മൂന്നാമത് ദുൽഖർനൈനി ചക്രവർത്തിയെ സംബന്ധിച്ച് കേൾക്കണോ ഈ മൂന്ന് ചോദ്യത്തിന് ഉത്തര ചൊല്ലണുകൊരു നബിക്കല്ലാണ്ട് സാധ്യമല്ല അയാൾ അള്ളാഹുടെ നബിയാണെങ്കിൽ ഈ ചോദ്യത്തെ വ്യക്തമായ ഉത്തര ചൊല്ലൂ അങ്ങനെ ഉത്തര ചൊന്നെങ്കിൽ അത് അള്ളാഹുടെ റസൂലോട് നിങ്ങൾ അംഗീകരിക്കണോ അള്ളാഹുടെ നബീന്റെ നിങ്ങൾ ഉറപ്പിക്കണോ ആ നബിയുടെ ശരീഅത്തിനെ നിങ്ങൾ പിൻപറ്റണോ അതല്ല ഉത്തര ചൊല്ലണുകാവില്ലാണ്ട് കണ്ടെങ്കിൽ ആ മുഹമ്മദ് നബിക്ക് ഈ ചോദ്യത്തിന് ഉത്തര ചൊല്ലണുക മീത് തീരില്ലാണ്ട് കണ്ടെങ്കിൽ അയാളെ നിങ്ങൾ കൊല്ലണോ മക്കത്തെ മദീനത്തുക പോയ മുശ്രിക്കീങ്ങളെ മടങ്ങി മക്കത്തുക ബണ്ടാറ് എന്നിട്ടങ്ങനെ സമുദായത്തിൽ വിട്ട എല്ലാ ആളുമാരിട്ടുക ചൊല്ലുടേ അള്ളാഹുടെ നബി ചൊന്ന് വാദിച്ചു വന്ന ഒരാള് അയാള് അള്ളാന്റെ പ്രവാചകനാ ചൊന്ന് അറിയണുകോ ജൂത പണ്ഡിതന്മാർ ഞങ്ങൾക്ക് നല്ല ഒരു ഹിക്മത്തിന്റെ പടിപാടി തന്നറാറ് മൂന്ന് പ്രശ്നം അയാളൊട്ടിക ഞങ്ങൾ കേൾക്കണോ ആ മൂന്ന് പ്രശ്ന ഉത്തര ചൊല്ലുടോണ്ട് കണ്ടെങ്കിൽ ആ മൂന്ന് ചോദ്യത്തെ ഉത്തര ചൊല്ലുടോണ്ട് കണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാരും ഷഹാദത്ത് അംഗീകരിക്കണോ അള്ളാഹുടെ ഏകദൈവത്തെ അംഗീകരിക്കണോ എന്നിട്ട് അള്ളാഹുടെ റസൂല് മുന്നല്ലോ കടന്നു വന്ന സമയത്തില് ഒരു വിഭാഗം ആളുമാര് ഇന്നലെ വരേക്കും ഇസ്ലാമിനെ പരിഹസിച്ച തമാശാക്കി ആളുമാര് ഇന്നലെ വരേക്കും അള്ളാഹുടെ റസൂലെ കൊല്ലുക നോക്കി ആളുമാര് ഇന്നലെ വരേക്കും സ്വഹാബത്തിനെ തെരുനടക്കണു കൂടാത്ത ആളുമാരുണ്ടല്ലേ ഇന്റെ അള്ളാഹുടെ റസൂല് ഹദ്റത്തൊക്കെ കടന്നു വന്നിട്ട് അള്ളാഹുടെ റസൂലൊട്ടിക മൂന്ന് പ്രശ്ന കേൾക്കണു തയ്യാറാവിടാറ് സുബ്ഹാനല്ലാഹ് ആ പ്രശ്നക്ക് അള്ളാഹുടെ റസൂൽ ഉത്തര ചൊന്നെങ്കിൽ അങ്ങ് എല്ലാരും മുസ്ലിം ആവണു തയ്യാറാണ് എത്ര നല്ല ഒരു അവസരമാണ് സ്വഹാബത്തുക്ക് അഭിമാനം കൊള്ളണുകോ സ്വഹാബത്തുക്ക് സന്തോഷിക്കണു എത്ര നല്ല ഒരു അവസരമാണ് മക്കത്തെ മുശ്രിക്കീങ്ങൾ വന്നിട്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊട്ടിക ചൊല്ലോടെ മുഹമ്മദേ നിങ്ങൾ അല്ലാഹുടെ നബി ചൊല്ലുടെ വാദ നേരാണെങ്കിൽ ഞങ്ങൾക്ക് കേക്കടെ ചോദ്യത്തിന് ഉത്തര ചൊല്ലണോ അതല്ലാ ഉത്തര ചൊല്ലണോ കാവില്ലാണ്ട് കണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങൾ നബിയായിട്ട് അംഗീകരിക്കില്ലാണ്ട് മാത്രമല്ല ഈ ദുനിയാവൊരു ജീവിക്കണുകയെ നിങ്ങളെ പൊടാല സുബ്ഹാനല്ലാഹ് അല്ലാഹുവിന്റെ റസൂലിട്ടിക ചോദ്യ കേക്കടാറ് മുഹമ്മദേ റൂഹു ചൊന്നെങ്കിൽ എന്തിനേട്ട് ചൊല്ലണോ ആത്മാവ് ചൊന്നെങ്കിൽ എന്തിനേട്ട് ചൊല്ലണോ അബ്ദുൽ വാസിഅ ബാഖവി ഉസ്താദ് പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ കേട്ടില്ലേ അല്ലാഹു തന്ന കൻകത്തെ തടി അല്ല പടച്ച കൻകത്തെ ശരീരത്തെ ഈ രൂപങ്ങള് അല്ല പടച്ച കൻകത്തെ അവയവങ്ങള് ലോകത്ത് ഏത് സാമണക പേരും സ്പെയർ പാർട്ടുണ്ടോ ഏത് സാമന്തുക്കും ബദലി വ്യവസ്ഥയുണ്ടോ
പക്ഷേ ഒരു മനുഷ്യരെ ശരീരത്തെ ഏതെങ്കിലും ഒരു മുള്ളു പൊളിഞ്ഞെങ്കിൽ പോലും അതുപോലത്തെ ഒരു മുള്ളുടെ വ്യവസ്ഥയില്ല. ഒരു കണ്ണുപോയെങ്കിൽ കണ്ണുക കണ്ണല്ലാതെ വേറെ എന്തും ബദലുകില്ല. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊട്ടിಗೆ വന്ന് കേക്കട്ടെ, ആത്മാവ് റൂഹു ചൊന്നെങ്കിൽ എന്തിന് നബിയേ? എത്ര ബല വൈദ്യകീയ ശാസ്ത്രജ്ഞന്മാരുള്ള ദുനിയാവുലോ. സുബ്ഹാനല്ലാഹ്. ഒരാളെ ഹാർട്ട് പിന്നൊരാളുക വെച്ചിട്ട് ഹാർട്ട് ഓപ്പറേഷൻ ആക്കിയിട്ട് സ്റ്റണ്ട് ഇട്ടല്ല, വേറെ എന്തെങ്കിലും അല്ല. ഒരാളെ ഹാർട്ടിനെ മേടുത്ത് പിന്നൊരാളുക ഹാർട്ട് വെച്ച് ജീമാക്കിടെ ആള് മാറുണ്ടോ? ഒരാളെ കിഡ്നി എടുത്ത് പിന്നൊരാളുക വെച്ചിട്ട് അയാളെ സമത്തിൽ ആരോഗ്യത്തിൽ നടക്കുന്ന പോലെ ആക്കിട ആളുണ്ടോ? എങ്കിൽ ഇണ്ടേവരേക്കും ആത്മാവിടെ കണ്ടുപിടിക്കൊണ്ടുകായ ആളില്ല. മനുഷ്യരെ തടിയിൽ നിന്ന് പിരിഞ്ഞു പോയ റൂഹുടെ ബദലുക്ക് ഒരാളുക റൂഹ് കൊടുത്തിട്ട് ഒരു മനുഷ്യരെ ജീമാ കൊണ്ടുകായ ആള് ഇല്ല. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊട്ടിಗೆ വന്നിട്ട് എന്തിന് നബിയെ റൂഹു ചൊന്നെങ്കിൽ കേൾക്കുമ്പോത്തുകോ? ദുൽഖർനൈനി ചക്രവർത്തിയുടെ ಬಗ್ಗೆ ചൊല്ലുമ്പോത്തുകോ? അസ്ഹാബുൽ കഹ്ഫിലിന്റെ ബാലകാരമാരുടെ ಬಗ್ಗೆ ചൊല്ലുമ്പോത്തുകോ? അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനെ മുന്നിൽ വെച്ചിട്ട് ആ മക്കത്തെ മുശ്രിക്കീങ്ങളിട്ട് ചൊല്ലെ പലക്കെന്തിരെ ഗൊന്തുണ്ടാ? നാളെ ബറൂണാണ് ചൊല്ലുടെ, നാളെ വന്ന് കേക്കോറോ നിങ്ങളെ പ്രശ്നക്ക് നാണ് ഉത്തര ചൊല്ലുടെ. സുബ്ഹാനല്ലാഹ്. നബി തങ്ങൾ എന്തേ അങ്ങനെ ചൊല്ലണുകൊല്ല? കാരണ നാണ് പ്രസംഗത്തിൽ ഏത് വിഷയ ചൊല്ലണമെങ്കിൽ പോലും അബ്ദുൽ വാസി ബാഖവി ഉസ്താദ് ചൊന്നതിനെ മേബേനെങ്കിൽ വിശദീകരിക്കാം. കാരണം മഹാന്മാരായ പണ്ഡിതന്മാർ അങ്ങനെ ഇൽമ സാധാരണ ഇൽമല്ല. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഇൽമുൽ വലിയ ബർക്കത്തുണ്ടാവണുകൊല്ല. കാരണ ഇലാഹുടെ പേടിച്ച മഹാന്മാരിൽ നിന്ന് കിട്ടിയ ഇൽമാണ്. ഈ മൂന്ന് ചോദ്യത്തെ അല്ലാഹുവിന്റെ റസൂലുട്ടിക്ക് കേൾക്കുമ്പോത്തുകോ? അല്ലാഹുവിന്റെ റസൂൽ നാല് ചൊല്ലുകൊല്ല. കാരണം ജിബ്രീൽ വന്നിട്ട് അല്ലാഹുവിന്റെ റസൂലുക ചൊന്നു കൊടുത്തിട്ടാവണോ? മിഹ്റാജിലെ ജാവ് 5 വഖത്ത് നിസ്കാരം നിർബന്ധമായ സന്ദർഭത്തില് ഒരു ജാവുടെ നേരെ വെൽക്കുമ്പോത്തുകോ ഏലാകാശത്തപ്പുറത്തുക പോയിട്ട് അല്ലാഹുടെ കണ്ടുവന്നേ അല്ലാഹുവിന്റെ റസൂൽ 5 വഖത്ത് നിസ്കാരം നിർബന്ധമായി ചൊല്ലുമ്പോത്തുകോ അണ്ടത്തെ സുബ്ഹി നിസ്കാരത്തെ അല്ലാഹുവിന്റെ റസൂൽ നിസ്കരിച്ചില്ല. ദുഹർ നിസ്കാരം മുതലാണ് നിസ്കാര തുടങ്ങടേ. പാതിര ജാവുക അല്ലാഹുവിന്റെ കണ്ടുവന്നേ 5 വഖത്ത് നിസ്കാരത്തെ ഓശാരമായിട്ട് അല്ല കൊടുത്തപ്പോ സന്മാനമായി കൊണബന്ധ നിബിധങ്ങൾ സുബ്ഹി നിസ്കരിക്കാണിക്കൊണുകൊല്ല. കാരണം ഉസ്താദ് ചൊന്തല്ലേ നിസ്കാര എങ്ങനായിട്ട് അല്ലാഹുവിന്റെ റസൂലുക തെരിയാത്തത് കൊണ്ടു ജിബ്രീൽ വന്ന് പടിപ്പാട്ടി കൊടുക്കുന്നത് വരേക്കും അല്ലാഹുവിന്റെ റസൂല് കാത്ത് നിന്നിട്ട് ദുഹൂറുടെ സമയത്തിൽ ജിബ്രീൽ വന്ന് ചൊന്നു കൊടുത്ത മുഖാന്തരാണ് നിസ്കാര തുടങ്ങടേ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് വമാ യംതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. എന്തൊരു ചൊല്ലണെങ്കിലും ജിബ്രീൽ വന്ന് ചൊന്നു കൊടുത്തിട്ടാവണു. പിറ്റാണ്ട് അല്ലാഹുവിന്റെ റസൂൽ 4 ചൊല്ലുകൊല്ല. കാരണ ജിബ്രീൽ ചോദ്യത്തിന് വ്യക്തമായ മറുപടി അല്ലാഹുവിന്റെ റസൂലുക ചൊന്നു കൊടുത്തിട്ടാവത്തുകൂ. ആ മക്കത്തെ മുശ്രിക്കീങ്ങൾക്കെതിരെ വിശദീകരിച്ചു കൊടുക്കുമ്പോത്തുകൂ കൂട്ടം കൂട്ടമായി ഷഹാദത്ത് കലിമ ചൊന്ന് മുസ്ലിം ആവാറല്ലേ? അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്ത് കാത്തു നിൽക്കടാറ്. മക്കത്തെ മുശ്രിക്കീങ്ങൾ പിറ്റാണ്ട് ചൊമ്മാളുമാറു കൂട്ടത്തോടെ വേണ്ടേ. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിട്ട് ഈ ചോദ്യത്തെ മറുപടി ഉത്തര കേൾക്കുമ്പോത്തുകൂ അല്ലാഹുവിന്റെ റസൂലുക ചൊല്ലണുകാവില്ല. അതിനെ പിറ്റാണ്ട് പറയുമ്പോത്തുകും അല്ലാഹുവിന്റെ റസൂലുക ചൊല്ലുക തരില്ല. സുബ്ഹാനല്ലാഹ്. പോണഞ്ചി നാള് വരേക്കും അല്ലാഹുവിന്റെ റസൂലുക ഉത്തര ചൊല്ലുകാവില്ല. ഈ ലോകത്തെ പടക്കണുക കാരണമായ അല്ലാഹുവിന്റെ റസൂൽ 4 ചൊല്ലുടെ ചൊന്ന പ്രശ്നയുടെ ഉത്തര ചൊല്ലുക പോണഞ്ചി നാളില് ഉണ്ടാവില്ല. ഇടീ മക്കത്തുള്ള മുശ്രിക്കീങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനെ വേണ്ടാത്തത് ചൊന്ന് ആഘോഷിക്കുമ്പോത്തുകൂ അല്ലാഹുവിന്റെ
അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്ത് പോലും ബേജാർ അനുഭവിക്കുമ്പോത്തുകൂ അല്ലാഹുവിന്റെ റസൂൽ പോലും കണ്ണിടെ തന്നെ എടുക്കുമ്പോത്തുകൂ പോണഞ്ചി നാളിലേണ്ട് അല്ലാഹുവിന്റെ റസൂലുക മറുപടി ഇല്ല സുബ്ഹാനല്ലാഹ് എന്നാണ് അതല്ല ചൊന്നേ മുസ്ലിമേ ഈ സമുദായത്തിൽ ഒരു നാലാല നടുലു അങ്ങനെ ഇസ്സത്ത് പോണ്ടു ചൊല്ലുമ്പോത്തുകൂ ഈ സമുദായത്തിൽ ഒരു നാലാല നടുലു തലതാത്തനായി ബണ്ട് കാണുമ്പോത്തുകൂ ഈ സമുദായത്തിൽ ഈ പെട രംഗക പോലും വിലയില്ലാതെ കനിക്കത്തെ എന്തെങ്കിലും ഒരു പരീക്ഷണങ്ങൾ വരുമ്പോത്തുകൂ ആ പരീക്ഷണത്തെ മുന്നിലോ തലതാത്തന്റെ മുസ്ലിമേ അല്ലാഹുവിന്റെ റസൂൽ ഉത്തര ചൊല്ലുകാവാത്തത് പോണഞ്ചി നാളാട് മക്കത്തെ മുശ്രിക്കീങ്ങൾ എന്തെല്ലാം ചൊന്നിട്ട് അല്ലാഹുവിന്റെ റസൂലെ വേണ്ടാത്ത ചൊന്ന് ആക്ഷേപിക്കുമ്പോത്തുകൂ അല്ലാഹുവിന്റെ റസൂൽ ഒട്ടിക പോണഞ്ചാമത്തെ നാള് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ വന്നു ചൊല്ലോടു യാ റസൂലല്ലാഹ് റൂഹു ചൊന്നിങ് എന്തിനേട്ട് ചൊല്ലോരു നബിയേ ആരാണ് ദുൽഖർനൈനിന്റെ ചൊന്നു കൊടുക്കോരു നബിയേ അസ്ഹാബുൽ കഹ്ഫിനെ സംബന്ധിച്ച് വിശദീകരിക്കോരു നബിയേ അല്ലാഹുവിന്റെ റസൂൽ ജിബ്രീൽ പിടിച്ചു കേക്കിട് യാ ജിബ്രീൽ എന്റെ ജിബ്രീലേ നിങ്ങൾ എന്റെ കൈപൊട്ടിയത് എന്റെ ജിബ്രീലേ നാണിങ്ങനെ ബേജാറാമ്പത്തുക എന്റെ മുട്ട വരാത്തത് അല്ലാഹുവിന്റെ റസൂൽ ഓരോ നാളും ആകാശം നോക്കി നിക്കട് ജിബ്രീൽ പണ്ട് എന്റെ കൈപൊടില്ല മക്കത്തെ മുശ്രിക്കീങ്ങളെ മുന്നുള്ള എന്റെ സോക്കൊണുക പൊടാല പോണഞ്ചി നാളിലുണ്ട് ജിബ്രീൽ വരാത്ത കാരണം അല്ലാഹുവിന്റെ റസൂൽ ഇട്ടിക ജിബ്രീൽ ചൊല്ലുടോ വലാ തഖൂലന്ന ലിശൈ ഇന്നി ഫായിലുൻ ദാലിക ഗദാ ഇല്ലാ അൻ യശാ അല്ലാഹ് നബിയേ ഏതൊരു വിഷയ ചൊല്ലുമ്പോഴത്തേക്ക് പോലും എന്തൊരു ചൊല്ലുടെങ്കിൽ പോലും നാലെന്നാണാക്കിട നാലെന്നാണ് തണ്ട നാലെന്നാണ് കൊടുക്കുട നാലെ കിട്ടര നാലെ തുടങ്ങിട ഏതൊരു വിഷയ ചൊല്ലുമ്പോഴത്തേക്ക് പോലും നാലമാ പിന്നെ മാട് ചൊല്ലുമ്പോഴത്തേക്കു ഇൻഷാ അല്ലാഹ് അതുകൂടി ചൊല്ലാണ്ടൊരു പലകവും വേണ്ട നബിയേ അല്ലാഹുവിന്റെ റസൂൽ നാലെ ചൊല്ലുടാണ്ട് മുശ്രിക്കീങ്ങളിട്ടിക ചൊല്ലുമ്പോഴത്തേക്കു ഇൻഷാ അല്ലാഹ് ചൊല്ലതിരെ അല്ലാഹുവിന്റെ റസൂൽ കൂട്ടാത്തത് കൊണ്ട് അല്ലാഹുവിന്റെ പരീക്ഷണമാണ് നബിയേ സുബ്ഹാനല്ലാഹ് ആറുകാണ് എന്റെ ഈമാനുള്ളങ്ങളെ അല്ലാഹു പരീക്ഷണത്തെ കൊടുത്തത് അല്ലാഹുവിന്റെ റസൂൽ ഇൻഷാ അല്ലാഹ് മറന്നു പോയ അങ്ങനെ പോലെ ആയതുകൊണ്ട് അഥവാ ഇൻഷാ അല്ലാഹ് ബല അല്ലാഹുവിന്റെ റസൂലുക ഗൊന്തില്ലാത്തത് കൊണ്ട് അഥവാ ഇൻഷാ അല്ലാഹ് ചൊല്ലുക മീത് അല്ലാഹുവിന്റെ റസൂൽ മനസ്സിൽ വേറെന്തെങ്കിലും ബിയാറ് വന്ന് മറഞ്ഞതുകൊണ്ട് ഞങ്ങൾക്ക് നിസ്കരിക്കുമ്പോ നിസ്കാരത്തെ റക്അത്ത് പോലും തപ്പി പോണ്ട രൂപത്തിലുള്ള ഓർമ്മയല്ലേ നിസ്കാരത്തിൽ പോലും വേണ്ടാത്ത ബിയാറ് പണ്ട തരത്തിലുള്ള മനസ്സല്ലേ എന്നങ്ങലേത് എങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ അങ്ങനത്തെ പരീക്ഷണ അല്ലാഹു കൊടുക്കണുകൊല്ല കാരണ ഈ സമുദായത്തിൽ അത് പഠിപ്പാട്ടുക വേണ്ടിയാണ് ഏത് പരീക്ഷണത്തെ മുന്നലും ഈമാൻ കൊണ്ട് പിടിച്ചു നിൽക്കണുകോ ഒരു മുഅ്മിനായ മനുഷ്യനക്ക് തീരണോ എങ്ങനത്തെ ബലാഅത്തിനെയും തടയണു ഒരു ഈമാനുള്ള മനുഷ്യനക്ക് തീരണോ അതേ അല്ലാഹുവിന്റെ സ്വാലിഹീങ്ങളായ മഹാന്മാർ ഒരു കാരണത്തില് ഒരാവശ്യത്തിന് വേണ്ടിട്ട് അല്ലാഹുവിന്റെ പ്രവാചകനായ മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിനൊട്ടിക ദുആക്കിട് അല്ലാഹുവിന്റെ പ്രവാചകനായ മൂസാ നബി അല്ലാഹുവിനൊട്ടിക ദുആക്കുമ്പോഴത്തേക്കു ആമീൻ ചൊല്ലുടെ ഹാറൂൻ നബിയാണ് ഒരു നബി ദുആക്കുമ്പോഴത്തേക്കു സഹോദരനായ പിന്നൊരു നബി ആമീൻ ചൊല്ലുടൂ അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലുടെ സ്വഹാബ അല്ലാഹ് മൂസാ നബിയുടെ ദുആക്ക് ഉത്തര കൊടുത്തര എപ്പ ഗൊന്തുണ്ട സ്വഹാബ അല്ലാഹുവിന്റെ നബിയായ മൂസാ നബി അല്ലാഹുവിനൊട്ടിക കൈവൊത്താക്കി ദുആക്കുമ്പോഴത്തേക്കു ഹാറൂൻ നബി മൂസാ നബിയുടെ ദുആക്ക് ആമീൻ ചൊല്ലുമ്പോഴത്തേക്കു അല്ലാഹ് മൂസാ നബിയുടെ ദുആക്ക് ഉത്തര കൊടുത്തത് 40 വർഷം കഴിഞ്ഞിട്ടാണ് പെണ്ണുങ്ങളെ സുബ്ഹാനല്ലാഹ് അല്ലാഹുവിന്റെ ഒരു നബിയുടെ ദുആക്ക് അല്ലാഹ് ഉത്തര കൊടുക്കുക 40 വർഷം പിന്തിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒന്ന് അല്ലാഹുവിനൊട്ടിക കേൾക്കുമ്പോഴത്തേക്കു എന്തെങ്കിലും ഒന്ന് അല്ലാഹുവിനൊട്ടിക തേടുമ്പോഴത്തേക്കു മഹാന്മാരെ സന്നിധിക്ക് വന്ന് അല്ലാഹുവിന്റെ റഹ്മത്തിക്ക് വേണ്ടി കൈ നീട്ടുമ്പോഴത്തേക്കു നിരാശയാവണ്ട മുസ്ലിമേ ഏത് പരീക്ഷണത്തെ മുന്നിലും തളർന്നു പോണുക തീരാ അല്ലാഹുവിന്റെ നബി
മൂസാ നബി അലൈഹിസ്സലാമിന്റെ ദുആക്ക് 40 വർഷം കഴിഞ്ഞിട്ട് അല്ലാഹു ഉത്തര കൊടുത്തേ ആരാമീൻ ചൊല്ലേ അങ്ങനെയൊക്കെ എനിക്ക് ഏതെങ്കിലും ഗീബത്ത് ചൊല്ലേ നമീമത്ത് ചൊല്ലേ ആട്ടുപോട്ടാള മൂസാ നബിയുടെ യലൗന ഹാറൂൺ നബി ആമീൻ ചൊല്ലേ ആ ദുആക്ക് അല്ലാഹു ഉത്തര കൊടുക്കര 40 വർഷം കഴിഞ്ഞിട്ട് സുബ്ഹാനല്ലാഹ്. അപ്പൊ ഞങ്ങളുടെ ദുആ ഞങ്ങൾക്ക് എന്തെല്ലാം ബുദ്ധിമുട്ടുണ്ടല്ലേ, ഞങ്ങൾക്ക് എന്തെല്ലാം ബുദ്ധിമുട്ടുണ്ട്, ഞങ്ങൾ സൂത്തയോടെ കൊണ്ടുണ്ട ഞങ്ങളുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോയി. ഞങ്ങൾ ഈമാൻ നഷ്ടപ്പെട്ടു പോണ കാരണം എന്തിനെ കൊണ്ടുണ്ട ഞങ്ങൾക്ക് അദബ് കുറഞ്ഞു പോയി. അദബ് ചൊന്നെങ്കിൽ കൊണ്ടുണ്ട അല്ലാഹു ആദരിച്ച എല്ലാത്തെയും അങ്ങേയറ്റത്തെ ആദരവ് കൊണ്ട് ബഹുമാനം കൊണ്ട് കാണണോ ചൊല്ലേ. ആ ബഹുമാനം ഞങ്ങൾക്കുണ്ട്. അത് എല്ലാ വിഷയത്തെ ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങള് അറസ് നടത്തിയ കനിക്കത്തെ ജാഗ രണ്ടാമത്തെ ഇമാം ഷാഫിഈന്റെ അറിയപ്പെട്ട മഹാൻ ഇമാം നബവി റളിയല്ലാഹു അൻഹു ദർസ് നടത്തുമ്പോൾ ദെച്ച ജാഗ ഉണ്ടല്ലേ, ആ ജാഗ ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു പോയിട്ട് എപ്പടെ ഇങ്ങനെ പൂയിട്ട് ബുൽപുട്ടുറോല ഇമാം നബവി തങ്ങളെ കാലത്തെറ്റിയ ജാഗയുടെ ബർക്കത്തിനൊക്കെ കിട്ടിയിട്ട് അള്ളാഹു സ്നേഹിച്ച ഒരു സ്വാലിഹായ ഒരു മനുഷ്യൻ കാല് വെച്ച് ദെച്ച ജാഗയുടെ പോലും വെച്ചിട്ട് പിന്നൊരു വലിയായ മഹാനായ ഇമാമായ അള്ളാഹുടെ പേടിച്ച തഖ്വയുള്ള ഒരു മനുഷ്യൻ, ഒരു ആലിമോ അങ്ങനെ ബഹുമാനത്തെ എടുത്തിട്ടുണ്ട് കണ്ടെങ്കിൽ ഞാനും നിങ്ങൾ എങ്ങനെ മഹാന്മാരെ സ്നേഹിക്കണം ആദരിക്കണം ആലോചനയാക്കി നോക്കുന്നു. സ്വാലിഹീകളാണ്. ആ ആദരവ് ആ ബഹുമാനം ഇന്ന് നഷ്ടപ്പെട്ടു പോയി. സുബ്ഹാനല്ലാഹ് അല്ലേ, അബ്ദുൽ വാസി ബാഖവി ഉസ്താദ് ഒരു മുഅ്മിനായ മനുഷ്യൻ, ഒരു കിടാവ് അല്ലേ, വേറെ വേറെ രായത്തില് വേറെ വേറെ ഭാഷരംഗ വേറെ വേറെ ജാതിരംഗ അങ്ങ് ആരാധിക്കടെ ഇലാഹ് അഥവാ വിഗ്രഹത്തിന് അങ്ങനെ ദൈവത്തിന് വേറെ 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 പേരുണ്ട്. തമിഴ്നാട്ടില് അങ്ങ് ആരാധിക്കുന്ന ദൈവത്തുള്ള പേര് വേറെ, കർണാടകത്തിലുള്ള പേര് വേറെ, മലയാളികളുള്ള പേര് വേറെ, അപ്പൊ ആന്ധ്രാപ്രദേശത്ത് പോയി അങ്ങനെ ഒരു പേര് വേറെ, ഇനി ഗൾഫ് കൺട്രിക്ക് പോയി അങ്ങ് ചൊല്ലത് വേറെ, അമേരിക്കത്തേക്ക് പോയി അങ്ങ് ചൊല്ലത് വേറെ. എങ്കിൽ ആദം നബി അലൈഹിസ്സലാമിടെ പിടിച്ചിട്ട് ലോകം അവസാനിക്കുന്നത് വരേക്കുമുള്ള മുസ്ലിമീങ്ങൾ ചൊല്ലിയ ഒരേ ഒരു പേര് അല്ലാഹ്. ഈ അല്ലാഹു ചൊല്ലിയ പേര് ഒരു കിടാവുടെ പെത്തപ്പ കിടാവുടെ കാത് ഒന്നാമത് കേൾക്കണം ആ പേരായിട്ട് അതല്ലേ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. കിടാവുടെ കാതുക ബാങ്ക് കൊടുക്കണേ, പെത്തപ്പ ഒരു കിടാവുടെ കാത് ഒന്നാമത് കേൾക്കുന്ന ശബ്ദം അല്ലാഹു ചൊല്ലതായിട്ടിരിക്കണം. ഈ ഇത്ര വലിയ ഒരു സന്ദേശം ഒരു കിടാവ് ദുനിയാവുക വന്നപ്പോ ഒന്നാമത് ആ കിടാവുടെ കാതുക അല്ലാഹു ചൊല്ലിയ ശബ്ദം കേപ്പാട്ടണോ ചൊല്ലുമ്പോ എത്തരമാ കാലത്ത് രണ്ട് പാരമ്പര്യമായിട്ട് വന്ന എനിക്ക് ഈ ഒരു നടപടി ഇതിലെ ഈ അടുത്ത കാലത്തിൽ ഒരു കിടാവുടെ കാത് ഒന്നാമത് അല്ലാഹു ചൊല്ലിയ പേര് കേപ്പാട്ടെടുത്ത് അനാചാറായിട്ടിക്കട് അത് പാടില്ലാത്തത് ചൊന്ന ആളുമാർ ആറ് കൊത്തുണ്ട്. വഹാബികളാണ് ചൊന്നെ അല്ലാഹുടെ പേരൊരു കിടാവുടെ കാതുക ബാങ്ക് കൊടുക്കുന്നത് അനാചാര, അത് ഇസ്ലാമുൽ സുന്നത്തില്ല. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്തടിസ്ഥാനത്തെ പേരിലാണെങ്കിലും പാരമ്പര്യമായിട്ട് വന്നേ അല്ലാഹുടെ റസൂല് പടിപ്പാടിയ ദീന് മനസ്സിലാക്കിയ സ്വാലിഹീങ്ങൾ ഔലിയാക്കന്മാർ ഇമാമീങ്ങൾ ഞങ്ങൾക്ക് കാട്ടി തന്നെ കനിക്കെത്തിത്തരും. ആ ഒരു മാതൃകത്തിൽ നിന്ന് ആളുമാരെ തെരുതപ്പാട്ടണുക പേര് ഒരു വിഭാഗം ഇങ്ങനെ ചൊല്ലണമെങ്കിൽ ആ ചൊല്ലണുകൊല്ല കാരണം അങ്ങ് അള്ളാഹുടെ ആദരിക്കടെ ആദരവ് അഥവാ അള്ളാഹ് ആദരിച്ചതിരെ ആദരിക്കുന്ന വിഷയത്തിൽ അങ്ങനെ ഭാഗത്തിൽ വന്ന യാരകൊരുടിയാണ് ലോകത്തെ നേതാവായ അള്ളാഹുടെ റസൂൽ. അള്ളാഹുടെ റസൂല് എത്ര ബഹുമാനമുണ്ട് ഈമാനുള്ളങ്ങള്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊട്ടിക ഹുനൈൻ യുദ്ധം കഴിഞ്ഞ് ഗനീമത്ത് സ്വത്തിനെ അള്ളാഹുടെ റസൂല് ഓതിയാക്കി കൊടുക്കുമ്പോ തുകൂ സ്വഹാബത്തെ അള്ളാഹുടെ റസൂല് ഓതിയാക്കി കൊടുക്കുമ്പോ തുകൂ തമീമി ചൊല്ലിയ ഒരു മനുഷ്യൻ വന്ന് അല്ലാഹുവിന്റെ റസൂലിട്ട് ചൊല്ലൂടെ, ഓ മുഹമ്മദേ അന്യായ കണ്ട മുഹമ്മദ്, അല്ലാഹുവിന്റെ
റസൂലിന്റെ കൂടെയുള്ള സ്വഹാബിയെ വിശ്വസിച്ച കനിക്കത്തെ ഒരാള് സ്വഹാബത്തിന്റെ നടുറുള്ള ഒരു മനുഷ്യന് ചൊല്ലൂടെ നീതി പാലിക്കണു നബിയേ നിങ്ങ അന്യായാക്കിക്കൊണ്ടുള്ളാറ് നബിയേ നിങ്ങ ന്യായമായ തെരുളിതരെ ഓതിയാക്കണോ ചൊല്ലുമ്പോ അല്ലാഹുവിന്റെ റസൂല് ചൊല്ലു എന്തൊരു നാശമാണ് അല്ലാഹുവിന്റെ റസൂല് നീതി പാലിച്ചില്ലെങ്കിൽ അല്ലാഹ് നീതി പാലിച്ചില്ലെങ്കിൽ അല്ലാഹുവിന്റെ റസൂലും അല്ലാഹും ന്യായത്തെ തെരുളല്ലെങ്കിൽ പിന്നെ നീതി പാലിക്കൊടുക ആരുണ്ട് മനുഷ്യ അല്ലാഹുവിന്റെ റസൂലൊട്ടിಗೆ അപമര്യാദയിൽ പെരുമാറുമ്പോ അല്ലാഹുവിന്റെ റസൂല് അന്യായാക്കടെ ആളുണ്ട് ഒരാള് ചൊല്ലുമ്പോ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പാരിട്ട് എഞ്ചി നിന്റെ ചൊല്ലോടോ യാ റസൂലല്ലാഹ് ഈ മുനാഫിഖുടെ നാട് കൊല്ലുടെ നബിയേ തന്റെ റസൂല് അന്യായാക്കടുണ്ട് ചൊല്ലുടെ ആളിനെ ദുനിയാവില് ജീവിക്കണ്ട തന്റെ റസൂലിന്റെ ಬಗ್ಗೆ വേണ്ടാത്ത ഒരു വിശ്വാസമുള്ള ഒരാള് തന്റെ റസൂലിന്റെ ಬಗ್ಗೆ വേണ്ടാത്ത വിശ്വാസമുള്ള ഒരു കപട വിശ്വാസി ഒരു മുസ്ലിമോ ചൊന്നു നടക്കുന്ന ഒരു മനുഷ്യനുണ്ടല്ലേ നബിയേ അവനിന് ജീവിക്കണ്ട നബിയേ അല്ലാഹുവിന്റെ റസൂല് ചൊല്ലുടോ വേണ്ട ഉമർ അയാളെ മീത് നിങ്ങൾ കൊന്നാറുണ്ട് കണ്ടെങ്കിൽ കപട വിശ്വാസിയായ ഈ മനുഷ്യരെ അല്ലാഹുവിന്റെ റസൂല് അന്യായാക്കിടേണ്ട വിശ്വസിച്ച കനിക്കത്തെ ഇയാളെ നിങ്ങൾ മീത് കൊന്നെങ്കിൽ പിൻകാലത്തിൽ ആളുമാറ് ചൊന്നു നടക്കുവാറ് മുഹമ്മദ് നബി അയാളെ കൂടെ ഇന്നങ്ങളമേ കൊല്ലുപാട്ടിര് മുഹമ്മദ് നബി അയാളെ കൂടെ ഇന്നങ്ങളമേ സ്വഹാബത്തിനൊട്ടിಗೆ കൊല്ലുപാട്ടിരുണ്ട് ചൊന്നു നടക്കുവാറ് അതുകൊണ്ട് അയാളെ കൊല്ലണ്ട ഉമർ പക്ഷേ സ്വഹാബ നിങ്ങൾ ഒരു കാര്യത്തെ നെനപ്പുപയോഗിക്കണോ ഈ മനുഷ്യരുടെ പാരമ്പര്യത്തില് ഈമാൻ ശരിയാവാത്ത ഈ മനുഷ്യരെ പാരമ്പര്യത്തില് അല്ലാഹുവിന്റെ റസൂലിട്ടുകൊല്ല വിശ്വാസം ശരിയാവാത്ത ഈ മനുഷ്യരെ പാരമ്പര്യത്തില് അല്ലാഹുവിന്റെ റസൂലിട്ടുകൊല്ല ബഹുമാനക്കത്തെ കാത്തു സൂക്ഷിക്കണകാവാത്ത ഈ മുനാഫിക്കായ മനുഷ്യന്റെ പാരമ്പര്യത്തിൽ ഒരു വിഭാഗം ഭരണകൊണ്ടു അങ്ങ് ധാരാളം ഖുർആൻ ഓതുറാറ് അങ്ങ് ഹദീസ് ചൊല്ലുടാറ് എല്ലാ കാര്യം അങ്ങനെ ഒട്ടിക നിങ്ങൾക്ക് കാണൂ പക്ഷേ തൊണ്ടര ഗുലിരെ കാണക്കീല് അല്ലാഹുവിന്റെ ഖുർആൻ ഇറങ്ങില്ല അങ്ങനെ നാവുല് മാത്രം ഖുർആനുണ്ട് സ്വഹാബ അങ്ങ് ഓരോ നാളും അല്ലാഹുവിന്റെ ദീനിടെ തെരിച്ചോണ്ട് പോണ്ടാറ് ഓരോ നാളും ഇണ്ടത്തെ കാണയാറ നാള് നാളത്തെ കാണയാറ നാളക്കലി ഇങ്ങനെ ഖിയാമത്ത് നാള് വരേക്കും ഈമാൻ നഷ്ടപ്പെട്ടു പോയത് വരേക്കും അല്ലാഹുവിന്റെ ദീനിൽ നിന്ന് ദൂര അവിടാറ് സ്വഹാബ അങ്ങനെ നിങ്ങൾ കാത്തു സൂക്ഷിക്കണം സ്വഹാബ ആഖിറു സമാനിൽ ഈമാൻ നഷ്ടപ്പെടുത്തുന്നതിനു വേണ്ടി ഒരു വിഭാഗം ആളുമാർ ഏത് സമയത്തിലും അങ്ങനെ പിറകെ നടക്കുമ്പോ ഈമാൻ നഷ്ടപ്പെടുത്തിരണ്ട മുസ്ലിം അല്ലാഹുവിന്റെ സ്വാലിഹീങ്ങൾ ആദരിക്കണോ അല്ലാഹ് ആദരിച്ചങ്ങൾ ആദരിക്കണോ അല്ലാഹുവിന്റെ റസൂലിട്ടുകല്ലേ വിശ്വാസം ശരിയാവണോ അല്ലാഹുവിന്റെ പ്രവാചകന്മാരുടെ ഭാഗത്തിൽ തപ്പു പറല അല്ലാഹുവിന്റെ നബിമാരുടെ ഭാഗത്തിൽ തപ്പു പറല ഔലിയാക്കന്മാരുടെ ഭാഗത്തിൽ എത്ര വില സൂക്ഷ്മതയുള്ള മഹാനാണെങ്കിൽ പോലും അങ്ങനെ ഭാഗത്തിൽ തപ്പു പറണുക തീരാണ്ട് എന്തുമില്ല പക്ഷെ അല്ലാഹുവിന്റെ പ്രവാചകന്മാർ അങ്ങനെയല്ല അങ്ങനെ ഭാഗത്തിൽ തപ്പു പണ്ഡിതിൽ നിന്ന് അല്ലാഹു കാത്തു സൂക്ഷിച്ചിറ മഅസൂമിങ്ങളാണങ്ങ ഇസ്മത്ത് റഹ്ലുകാരാണങ്ങ അല്ലാഹുവിന്റെ നബിമാർ മീത തപ്പാക്കിടാറുണ്ട് ഒരാൾ വിചാരിച്ചെങ്കിൽ അവന്റെ ഈമാൻ ശരിയല്ല അല്ലാഹുവിന്റെ റസൂല് തങ്ങളെ പോലത്തെ സാധാരണ മനുഷ്യന്റെ ഒരാൾ വിചാരിച്ചെങ്കിൽ അവന്റെ ഈമാൻ ശരിയല്ല അങ്ങനത്തെ ആളെ പിൻപറ്റണ ശരിയായ മുസ്ലിം അല്ല അങ്ങനത്തെ തുടർന്ന് നിസ്കരിക്കണോ ശരിയായ സുന്നത്ത് ജമാഅത്ത് അഹ്ലുകാരനല്ല ഈമാറുള്ളങ്ങള് അല്ലാഹുവിന്റെ റസൂല് അന്യായാക്കടെ ആളുണ്ട് വിശ്വസിച്ച മനുഷ്യന്റെ പാരമ്പര്യമാണ് ഖിയാമത്ത് നാൾ വരേക്കും എല്ലാ ഖൈറായ കാര്യത്തെ മനുഷ്യന്മാർക്ക് ഓരോന്ന് തടയിടേ എത്ര ഖൈറായ കാര്യങ്ങള് അല്ലേ ഒരു മരണപ്പെട്ടു പോയ ഒരു മനുഷ്യല്ല മയ്യത്തുല്ലൗതുലു ഒരു മയ്യത്തുല്ലൗതുലു സുബ്ഹാനല്ലാഹ് അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലുടു ഇദാ ഹദറതുൽ മരീദ് അബിൽ മയ്യിതാ ഫഖൂലു ഖൈറാ ഫഇന്നൽ മലായികത യുഅമ്മിനൂന അലാ മാ തഖൂലൂൻ
സ്വഹാബാ നിങ്ങ ഒരു രോഗിയെ സന്ദർശിക്കുക പോയെങ്കിൽ അത് എത്ര ചെറിയ രോഗിയാവട്ടെ, ചെറിയ ഒരു പണി വന്നിരേ, അഥവാ ഒരു കണ്ണു നൊമ്പലാ ചൊന്ന ഉത്തവുലുക കൊണ്ടു, അഥവാ വേറെന്തെങ്കിലും നിസ്സാരമായ ഒരു ഉഷാറില്ലാത്തതേ ആവട്ടെ, അഥവാ എത്ര വലിയ മാരകമായ രോഗത്തിൽ കിടത്തത്തിൽ അയാളാവട്ടെ, ആളെ സന്ദർശിക്കൽ സുന്നത്താൻ. അങ്ങനെ രോഗിയായ ഒരാളെ കാണുക പോയെങ്കിൽ എന്താക്കണം? പോയിട്ട് വിഷയാക്രമ. അതല്ലെങ്കിൽ ഒരാൾ മറിച്ചിട്ട് മയ്യത്തായി കിടന്ന ഒരു ഔത്തുക പോയെങ്കിൽ എന്താക്കണം? ഇണ്ട് സുബ്ഹാനല്ലാഹ് ചൊമ്മ ജാഗൽ കാണ്ട് മയ്യത്തുള്ള വേറെന്തല്ല രാജകീയത്തെ വിഷയ ചർച്ച. അവിടെ വോട്ടർ ടൈം ഉണ്ട് കണ്ടെങ്കിൽ മയ്യത്ത് നോക്ക പോയുടെ മയ്യത്തോടെ കിടന്നിട്ട് ഒരു സൈഡിലെ മുത്താലിമിങ്ങ ഓതിയോണ്ടിക്കിടാറ്, അല്ലെങ്കിൽ ആരെങ്കിലും വന്ന യാസീൻ ഓതി ദുവർന്നോണ്ടിക്കിടാറ്. പുറത്തിൽ ഗംഭീര ചർച്ച. എന്താവൂല, എങ്ങനെ പറു, അവിടെ എന്തിരാവും, ആ ക്ഷേത്രത്തിൽ എന്താവും, ഈ ക്ഷേത്രത്തിൽ എന്താവും, ഈ നിലക്കുള്ള ചർച്ച. ഇതിനിടെ കുറുമൂത്ത് ഒരാൾ മരിച്ചവിടെ പോയപ്പ, ഒരാൾ മരിച്ചവിടെ പോയ ആ മരിച്ചാളിലെ ഏറ്റവും അടുത്ത കുടുംബത്തിൽപ്പെട്ട ഒരാൾ പറത്ത് നീണ്ടിട്ട് തമാശ ചൊന്ന് ചിരിച്ചോണ്ടുണ്ട് ഉള്ളുക യാസീനോ ഇത് തുറന്നോട്ടിക്കോ. കുടുംബത്തെ ഒരാൾ റായം പേര് ചൊല്ലൂല്ലേ, ഒരു പക്ഷെ വാഴ് കേൾക്കണമെങ്കിൽ ആള് ചിലപ്പോ ബിഹാര പറു നന്റെ മീമിത്ത് ചൊന്നിരമാണ്, അല്ലെങ്കിൽ ഞങ്ങളിൽ നിന്നുള്ള ഓരോരുത്തരുടെ ഭാഗത്തോടും ചിലപ്പോൾ അങ്ങനെ ഉണ്ടായിട്ട് ഞങ്ങൾ ബിഹാര പറു ഇത് നന്റെ മീമിത്ത് ചൊല്ലേമാണ്. എന്ത് വേണമെങ്കിൽ ആ പ്രവർത്തി ഞങ്ങൾ തിദ്ദുണക്ക് വേണ്ടി ചൊല്ലു ചൗത്തുలు ചിരിക്കൊണ്ടു സാധ്യവിടെ. മുന്നിൽ പല കാലത്ത് നിങ്ങൾ നോക്കോറുള്ള ഒരു റായത്തിൽ ഒരാൾ മരണപ്പെട്ടു പോയെങ്കിൽ അവസ്ഥ എങ്ങനെയാണ്? അങ്ങനെ റായത്തിൽ ഒരാൾ മറിച്ചിര ചൊല്ലുക, ഇടീ റായത്തിലെ അതൊരു വലിയ ഒരു വിഷയ മരിപ്പൂച്ചുള്ളത് ഒരു നിസ്സാരമായി പോയി. ഒരു മനുഷ്യൻ നല്ലവണക്ക് ഏറ്റവും വലിയ ഉപദേശ വഴുതെന്തിരകൊണ്ടുണ്ട മരണത്തെ ಬಗ್ಗೆ ചിന്തിക്കൽ. ഒരാള് നല്ലവണക്ക് ഏറ്റവും വലിയ അവന് മരിക്കടത്തെ ಬಗ್ಗೆ ചിന്തിക്കണം. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ ചെന്ന് സ്വഹാബ നിങ്ങൾ ഖബർ സന്ദർശിക്കോറു, അത് നിങ്ങൾക്ക് ആഖിറത്തെ ഓർമ്മയാക്കുവാട്ട്, നിങ്ങൾക്ക് മരണത്തെ ഓർമ്മയാക്കുവാട്ട്. നിങ്ങൾ എതിരിൽ പോയി നിൽക്കുമ്പോഴത്തേക്ക് നോക്കോറു, നിങ്ങളെ കാണാൻ മുന്നൊരു പള്ളി ഭരിച്ച ആളുമാറ്, നിങ്ങളെ കാണാൻ മുന്നൊരു വഅദ് ചൊന്ന ആളുമാറ്, നിങ്ങളെ കാണാൻ മുന്നൊരു ഈ ഉറൂസുക്ക് സഹായിച്ച ആളുമാറ് എന്റെ നിശ്ചലമായി കിടന്നിട്ടുള്ളാറ്. അവിടെ പോയി നിന്റെ ആലോചന ആക്കുമ്പോഴത്തേക്ക് അല്ലാഹ് നാണും ഇതേ കണിക്ക് വന്ന് കിടക്കണായവണല്ലേ, മരണത്തെ ഓർമ്മയാക്ക് പാട്ട്. അതുകൊണ്ട് നിങ്ങൾ ഖബർ സന്ദർശിക്കോറുണ്ട് അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലുന്നു. പക്ഷെ ഞങ്ങൾ ഖബർ സന്ദർശിക്കരുത്. ആ ഖബറിന്റെ മുട്ട പോകുമ്പോ സ്വഹാബത്ത് പേടിച്ചോയി. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ചില്ലാരുടെ സ്വഹാബി അല്ല. അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലു, എല്ലാ നബിമാർക്കും സ്വർഗ്ഗത്തിൽ ഓരോ ചങ്ങായിമാർ കിടാർ, അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ ഓരോ ചങ്ങായിമാർ കിടാർ. നന്റെ ചങ്ങായി സ്വർഗ്ഗത്തിൽ നന്റെ മർമോനു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ചില്ലാരുടെ സ്വഹാബി അല്ല. വഫാത്താവിടെ മുന്നൽ തണ്ട് പോലും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഷഹീദായതാണ്. ഒരു ദുൽഹിജ്ജ 18 സുന്നത്ത് നോമ്പെടുത്തിട്ട് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ഓതുമ്പത്തുകു അവിടെ വിശ്വാസികളായ ചില ആളുമാർ വന്നിട്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുടെ ബയത്തക്ക് ചാക്കിടുണുക പറഞ്ഞ കൊല്ലുക പറഞ്ഞ ആൾമാരിട്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ചൊല്ലു, ഉസ്മാനുക മരണത്തെ പേടിയില്ല, ഉസ്മാനുക മരണത്തെ പേടിയില്ല. ഇന്നലെ ജാബുകം ഞാൻ അല്ലാഹുവിന്റെ റസൂലെ കിനാബു കണ്ടരെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നണ്ടിട്ടിക ചൊന്നൂറു, ഉസ്മാന തുഫ്തിറു ഇൻദനൽ യൗം, നാളെ നിങ്ങൾ നോമ്പ് തുറക്കരെ നന്റെ കൂടെയാണ്. വഫാത്താവുടെ മുന്നത്തെ ജാബുക പോലും അല്ലാഹുവിന്റെ റസൂലെ കിനാബുൽ കണ്ട മഹാൻ വലിയ ഒരു ചതിലും വഞ്ചനയിൽ പെട്ടിട്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുടെ ക്രൂരമായിട്ട് വഞ്ചനയാക്കിയിട്ട് കൊന്നതാണ്. അധികാരത്തെ ദാഹത്തില്, അധികാരത്തെ ആശല് ഖലീഫയായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുടെ അധികാരത്തിൽ നിന്ന് രാജിവെക്കണോ ചൊന്നോട്ടു അവസാനം അത് കൊല ചെയ്യിടത് വരേക്കും എത്തിപ്പോയിട്ട് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ഓതുമ്പത്തുകാണ് വന്ന് ഭയത്തുക ചാക്കിടരുത്. സുബ്ഹാനല്ലാഹ്, മുസ്ഹാഫ് പോലും ചോര ധരിച്ചു പോണ്ടു. ഏത് ആളതാണെങ്കിലും ചോര നജസല്ലേ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ജീവിതത്തിൽ പലപ്പോഴും ഒരേ ഒരു റക്അത്തിൽ ഖതം തീർത്ത മഹാനാണ്. പരിശുദ്ധ റമദാൻ 29 നാൾ നോമ്പ് പിടിച്ചനങ്ങ പലർക്കും ഖുർആന്റെ ഒരേ ഒരു ഖത തീർക്കൊണ്ടായിട്ടില്ല ഉമ്മ. പരിശുദ്ധ റമദാനില് ഒരു ഖത ഓതി തീർക്കണു ചൊന്നിട്ടു റമദാന്റെ 1-ാമത്തെ നാളില്
തുടങ്ങിയ പല ആളുമാർക്കും റമദാനിൽ ഖദ തീർന്നില്ല എങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പിരസത്തെ സ്വഹാബിയായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ പാതിര ജാബുള്ള തഹജ്ജുദ് നിസ്കാരത്തെ ഒരേ ഒരു റകഅത്തിൽ ജീവിതത്തിൽ പലപ്പോഴും ഖതമ തീർത്ത് നിസ്കരിച്ച മഹാനാണ്. അവസാനം ഖുർആൻ ഓതുമ്പോൾ കൊല്ലപ്പെട്ട് ഷഹീദാവുടു ആ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖബറടക്കപ്പെട്ട ജാഗക്ക് പോയിട്ട് മയ്യത്ത് മറമാടി അവസ്ഥ കാണുമ്പോൾ തുകൂ അഥവാ മറവ് ചെയ്യപ്പെട്ട മയ്യത്തിന് മേൽ വെച്ച കല്ലും അടയാളം ഇങ്ങനെ കാണുമ്പോൾ തുകൂ അതിനെ വല്ലാണ്ട് പിയരിച്ചിട്ട് ഹബർ തപ്പി പോണ്ടു. സുബ്ഹാനല്ലാഹ് മുസ്ലിമേ, അല്ലാഹുവിന്റെ പേടിയുള്ള സ്വാലിഹായ മനുഷ്യന് നാളെ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിക്ക് പോലും വിചാരണയില്ലാണ്ട് കടക്കടെ മഹാനുണ്ട് അല്ലാഹുവിന്റെ റസൂൽ പരിചയപ്പെടുത്തിയേ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പോലും അവർ തപ്പിയ കണികത്തെ ഖബർസ്ഥാനത്തിൽ ഉണ്ടെന്നാണ് നിങ്ങൾ ക്ലീൻ ആക്കുന്നതിന്റെ പേരില് അഥവാ സ്വയം സേവകരായിട്ട് എന്തെങ്കിലും ഖബറിന്റെ ഭാഗത്തിലൊരു പണിയെടുത്തതിന്റെ പേരില് ആ ജാഗില് നിന്റെ ഫോട്ടോ എടുക്കണോ ധൈര്യമുണ്ടല്ലേ? എന്ത് ഈമാനാണ് മുസ്ലിമേ! ഏത് സംഘടനയുടെ ആളുമാരാണെങ്കിൽ പോലും ഏത് സ്വയം സേവകരാണെങ്കിൽ പോലും ഖബർസ്ഥാനത്തേക്ക് പോകുമ്പോൾ ഈമാൻ പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, അതല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊന്നത്. നിങ്ങൾ ഒരു മരണപ്പെട്ടു പോയ ഔതുകോ ഒരു മയ്യത്തിനെ കിടപ്പാട്ടിലുള്ള ഔതുകമീത്ത് കടന്നു പോയാറുണ്ട് കണ്ണെങ്കിൽ അവിടെ ഖൈറല്ലാത്തെ ഒരു പലക്കം നാവുലോ ബറകു തീരാ ഖൈറല്ലാത്തെ ഒരു പലക്ക പോലും മർച്ചൗത്തുലോ ബറകു തീരാ. അവിടെ ചിരി പാടില്ല, അവിടെ തമാശ തീരാ, അവിടെ മക്കളെ വിഷയാക്കൊണു തീരാ, അവിടെ ചോറുകാരുടെ വിഷയ ബറകു തീരാ, അവിടെ രാജകീയത്തെ വിഷയ ബറകു തീരാ, അവിടെ ഉറൂസിന്റെ വിഷയ ബറകു തീരാ, അവിടെ ദുനിയാവുമായി ബന്ധപ്പെട്ട ഒരു വിഷയവും ബറകു തീരാ. അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലുടെ സ്വഹാബാ ഫഇന്നൽ മലായികത യുഅമ്മിനൂന അലാ മാ തഖൂലൂന. ആ ജാഗിൽ നിങ്ങൾ എന്തിനെ ചൊല്ലുടാറാ? അല്ലാഹുവിന്റെ മലക്കുകൾ ആമീൻ ചൊല്ലുടൂ. ഒരു രോഗിയായ മനുഷ്യനുള്ള കനിക്ക് തൗത്തുക നിങ്ങൾ സന്ദർശിക്കുക പോയെങ്കിൽ അഥവാ ഒരു മയ്യത്തിനെ സന്ദർശിക്കണു നിങ്ങൾ പോയെങ്കിൽ അവിടെ നിങ്ങൾ എന്തിനെ ചൊന്നെങ്കിലും ആമീൻ ചൊല്ലുക മലക്കുകളുണ്ടോ? ആമീൻ ചൊല്ലുക അല്ലാഹുവിന്റെ മലക്കുകളുണ്ടോ? അത് ചൊല്ലുമ്പോൾ നിന്റെ ഈമാനുള്ളങ്ങള് ഖൈറായത് മാത്രമുണ്ടോ ചൊല്ലുമ്പോ? ഈ ദുനിയാവിൽ ഏറ്റവും വലിയ ഖൈറായ പലക എന്തിനെ കൊണ്ടുണ്ടാ? ഫഇന്ന ഖൈറൽ കലാം കലാമുല്ലാഹ്. ഈ ദുനിയാവുടെ പലകത്തിൽ ഏറ്റവും ഖൈറായത് അല്ലാഹുവിന്റെ പലകമാ, അല്ലാഹുവിന്റെ കലാമാ, പരിശുദ്ധ ഖുർആനാ. ആ പരിശുദ്ധ ഖുർആൻ മരണപ്പെട്ടു പോയ ഔത്തുൽ ഓതുമ്പത്തുക പോലും ആ പരിശുദ്ധ ഖുർആൻ ഓതുന്നതിനെ കാണയാറാ. അവിടെ ഖൈറൊരു ന്യൂസ് പേപ്പർ ഓതലാണ്. ഇതാരു ചൊന്ന മുസ്ലിമേ? അവിടെ ഖൈർ മാത്രം ചൊല്ലുന്നുണ്ട് അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലുമ്പത്തുകോ ഈ ദുനിയാവിൽ ഏറ്റവും ഖൈർ അല്ലാഹുവിന്റെ കലാം ഖുർആൻ ചൊല്ലുമ്പത്തുകോ ഖൈറായ പലക ചൊല്ലണോ ചൊന്ന ജാഗിൽ അല്ലാഹുവിന്റെ കലാം ഖൈറായ കലാം ഓതുമ്പത്തുകോ അതിനെ കാണ ഖൈർ പേപ്പർ ഓതുകോ ചൊല്ലുകൊല്ലേ. കാരണം മുസ്ലിമേ, അല്ലാഹ് ആദരിച്ച സ്വാലിഹീങ്ങളെ അനാദരിച്ച കാരണത്തിൽ അല്ലാഹ് കൊടുത്ത പരീക്ഷണമാണ്. അതല്ലേ ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ കാണയാറ ഖുർആൻ ഓതിയ ആളുമാരില്ലേ? അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ കാണയാറ നിസ്കരിച്ച ആളുമാരില്ലേ? അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ കാണയാറ നോമ്പ് പിടിച്ച ആളുമാരില്ലേ? അല്ലാഹുവിന്റെ റസൂലിനെ കാണ 2 വർഷ ചെറിയ വയസ്സാ. അല്ലാഹുവിന്റെ റസൂലുകു 40 വയസ്സാകുമ്പോ അല്ലാഹുവിന്റെ റസൂലെ അല്ലാഹ് പ്രവാചകനായി തിരഞ്ഞെടുക്കുമ്പോ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾക്ക് 38 വർഷമാണ്. ആ
കലികള് ഷഹാദത്ത് കലിമ ചൊല്ലുടൂ. ഇസ്ലാമുക കടന്നു വന്ന പല സ്വഹാബത്തും ജീവിതത്തിൽ കള്ളു കുടിച്ച ആള് മാറാട്. ഇസ്ലാമുക കടന്നു വന്ന പല സ്വഹാബത്തും ജീവിതത്തിൽ പെണ്ണ് പിടിച്ച ആള് മാറാട്. ഇസ്ലാമുക കടന്നു വന്ന പല സ്വഹാബത്തും അങ്ങ് ഷഹാദത്ത് കലിമ ചൊന്നു മുസ്ലിം അവിടേക്ക് മുന്നോലു. ജീവിതത്തിൽ പലപ്പോഴും പല വിഗ്രഹത്തെ മുന്നോലു സുജൂദ് ചെയ്യുന്ന ആള് മാറാട്. പക്ഷേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുയുടെ ജീവിതത്തിലെ ഒരേ ഒരു ഹറാം പോലും മുസ്ലിം അവിടേക്ക് മുന്നോല് പോലും വന്നില്ല. മുസ്ലിം അല്ലാഹുവിന്റെ റസൂൽ നബിയായപ്പോ, അല്ലാഹുവിന്റെ റസൂലെ അല്ലാഹ് പ്രവാചകനായി തെരഞ്ഞെടുത്തപ്പോ, അല്ലാഹുവിന്റെ റസൂലെ കൊണ്ട് ഷഹാദത്ത് കലിമ ചൊല്ലുമ്പോ ഒന്നാമത്തെ സ്വഹാബിയായിട്ട് മുസ്ലിം അവിടേക്ക് മുന്നോലത്തെ ജീവനത്തിൽ പോലും അതേ ഇസ്ലാം അവിടേക്ക് മുന്നോലുള്ള 38 വർഷത്തിൽ പോലും ഒരു ഹറാം പോലും വന്നില്ല. കാരണം എന്തിനെ കൊണ്ടുണ്ട ഉമ്മ ചങ്ങായി അല്ലാഹുവിന്റെ റസൂലാണ് അബൂബക്കർ സിദ്ദീഖ് ഞങ്ങളുടെ ബാല്യ സ്നേഹിത. ജീവിതത്തിൽ എല്ലാ മേഖലയിലും വാണ്യത്തുക പോകുമ്പോത്തും എവിടെ നടക്കുമ്പോത്തും ദയിക്കുമ്പോത്തും അല്ലാഹുവിന്റെ റസൂലിനെ നിഴല് പോലെ സ്നേഹിച്ചിട്ടിന്ന് റസൂലുള്ളാഹി തങ്ങളെ പിരിസപ്പെട്ട സ്വഹാബിയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ ജീവിതത്തിൽ ഹറാമില്ല. എന്റെ കാരണ മുസ്ലിം ആവുടേക്ക് മുന്നോലു നന്റെ ഇത്തര പെണ്ണുമക്കളെ നാണ് ജീമ ഗുളിയെടുത്ത് പൂത്തിട്ട് ചൊന്ന സ്വഹാബത്തുണ്ടോ അല്ലേ? ഷഹാദത്ത് കലിമ ചൊന്ന് മുസ്ലിമായപ്പ റസൂലുള്ളാഹി തങ്ങളെ മുന്നിൽ വന്ന് പുൽപ്പെട്ടൊരു നബിയെ നന്റെ 5 മക്കളെ പെണ്ണുമക്കളെ പെണ്ണ് ചൊന്നിട്ട് ആ പൂത്തിര നബിയെ ഗുളിയെടുത്തിട്ട് ജീമ അല്ലാഹു മാഫ് തണ്ടാണ്. അതാണ്ട് റസൂൽ ചൊല്ലു ഇസ്ലാം ആമലോട് കൂടെ മുന്നോലത്തെല്ലാം പൊളിഞ്ഞു പോയിട്ട് പേടിക്കണ്ട. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അങ്ങനത്തേത് ഒന്നും ചൊല്ലുകില്ല, ഒരു വേണ്ടാത്തതുമില്ല. എന്തുക യാറാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വകറമല്ലാഹു വജ്ഹഹു കറമല്ലാഹു വജ്ഹഹു ചൊല്ലൽ പോലും സുന്നത്തുണ്ട്. കേട്ടറാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുടെ പേര് കേൾക്കുമ്പോൾ കറമല്ലാഹു വജ്ഹഹു ചൊല്ല. സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ പേര് കേൾക്കുമ്പോഴത്തേക്കും ഇതേ കറമല്ലാഹു വജ്ഹഹു ചൊല്ലൽ സുന്നത്തുണ്ട്. എന്റെ കാരണം ഒരിക്കൽ പോലും അല്ലാഹു അല്ലാത്ത ഒരാളുടെ മുന്നിലും തല താത്തില്ല. ഒരിക്കൽ പോലും ഒരു വിഗ്രഹത്തെ മുന്നിലും മുസ്ലിം അവിടേക്ക് മുന്നിൽ പോലും തല താത്താത്ത മഹാൻ ആ മുഖത്ത് അല്ലാഹു ബഹുമാനിക്കട്ടെ. ഉസ്താദ് ചൊന്നില്ലേ നിസ്കാരത്ത് കൈകെട്ടെങ്ങനെ അല്ലേ? ഒരാള് വന്നിട്ട് ഒരു പോലീസ് ഒരാള് വന്നിട്ട് മീത്തിനങ്ങനെ കണ്ണ് കാട്ടിട്ട പേടി പാട്ടിട്ട് എന്തെങ്കിലും നോക്കുമ്പോ ശരണ അവിടെ എങ്ങനെ 2 കൈമേലാക്കി ശരണായ ഒരു നാളിൽ കോണയിൽപ്പെട്ട അല്ലാഹുടെ മുന്നിൽ ശരണ അവിടെ ഈ ശരണായത് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലാഹുടെ ദീർഘ മാത്ര. അല്ലാഹു അല്ലാത്ത ഒരാളെ എതിർക്കും, ഒരു ദൈവത്തെ എതിർക്കും, ഒരു ബിംബത്തെ എതിർക്കും. മുസ്ലിം അവിടേക്ക് മുന്നിലും ശരണായില്ല. എന്തേ ആ സംസ്കരിക്കപ്പെട്ട സ്വഭാവ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾക്ക് പറകില്ല. കാരണം ചങ്ങായി നല്ലായതുകൊണ്ടു അതാ സ്വാലിഹികളുടെ ബന്ധം വേണോ. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ ചെന്ന സ്വഹാബ നിങ്ങളിൽ നിന്നുള്ള ഓരോരുത്തരും ആരെ ചങ്ങായി പാടാക്കുന്നോട് പഠിക്കോർ ചിന്തിക്കോർ ആരെ ചങ്ങായി പാടാക്കുന്നോ ചൊന്ന ആലോചനാക്കോർ. ഞങ്ങളെ മക്കളെ ജാഗ്രത ഉമ്മമാരെ ഇന്ന് സുബ്ഹാനല്ലാഹ് 10 പൂണേൽ 18 വർഷത്തെ ഒരു ബാലകാര ചെറിയ വയസ്സിലെ ബാപ്പ വിട്ടുപോയിട്ട് ബാപ്പയില്ലാത്ത 1-2 വർഷത്തെ വയസ്സിൽ ഈ കിടാവുകു വേണ്ടി ജീവനം നടത്തിയിട്ട് പിന്നെ ഒരു മങ്ങില പോലും ആവാണ്ട് ഈ കിടാവുകു വേണ്ടി ജീവനം നടത്തിയ കനിക്കത്തെ ഉമ്മ ത്യാഗാക്കിയ ഉമ്മ സ്വന്തം ജീവനത്തെ ത്യാഗാക്കി പലപ്പോഴും പെണ്ണിങ് 1-2 കിടാവ് എന്നിട്ട് മാപ്പിള മരിക്കുമ്പോത്തും 2ാമത്തെ ഒരു മങ്ങിലത്തേക്ക് തയ്യാറാവില്ല. എന്തേ? സ്വന്തം ജീവന വില വിഷയമല്ല, ഈ മക്കൾക്ക് വേണ്ടി ആ ജീവനത്തെ ത്യാഗാക്കടെ മനോഭാവമുള്ള ഒരു വ്യക്തിത്വം അത് ഉമ്മ മാത്രം. ഉമ്മകെ സാധ്യ. ഏതെങ്കിലും ഒരു ബാപ്പടെ ഞങ്ങൾ കേട്ട ഉമ്മ പെഞ്ഞായി മറിച്ചിട്ടാകുമ്പോത്തും നന്റെ മക്കൾക്ക് വേണ്ടിയിട്ട് നാടിന് മങ്ങിലാവില്ല, നന്റെ മക്ക വേണ്ടി ജീവിക്കല സാധ്യ. മങ്ങിലാവക തീരാതെ തപ്പൂണ്ടല്ലെന്നാ ചൊന്നേ. പക്ഷെ ഉമ്മയുടെ മഹത്വ ചൊന്നെന്നാ സ്വന്തം മക്കൾക്ക് വേണ്ടി സ്വന്തം തടിരെ ത്യാഗാക്കടക്കനിക്ക് ത്യാവറും മനോധൈര്യം ഒരു ഉമ്മക മാത്രം. 2 വർഷത്തെ കിടാവിടെ വിട്ടുപോയപ്പോ ബാപ്പ ആ കിടാവുക വേണ്ടി പല ഔത്തുക പോയിട്ട് ഇടകലിയിട്ടും കൂലി സോറാക്കിയിട്ടും ചാക്കിരി എടുത്തിട്ടും എന്തെല്ലാം വിട്ടി സോറാക്കിയിട്ടും ഈ കിടാവുക നല്ല വിദ്യാഭ്യാസം കൊടുക്കണോ, നല്ല ഒരു അവസ്ഥക്ക് എത്തുപാട്ടണോ ചൊന്നിട്ട് ജീവിച്ച കനിക്കത്തെ ഒരു ഉമ്മ
പോണേലാമത്തെ വർഷത്തിൽ ആ ബാലകാര മോനുണ്ടല്ലേ സുബ്ഹാനല്ലാഹ് ഉമ്മടെ കൊത്തിട്ട് കൊന്നിട്ടു ഇടിക്കൊത്തി തരച്ചിട്ടിട്ട് റായത്തെങ്കിലെതിരൊക്കെ കത്തി കാട്ടി ചൊന്നോല ഇതുണ്ടല്ലേ നന്റെ ഉമ്മ നന്റെ പെത്തേക്കൊല്ല ശിക്ഷ കഥയല്ല ഏതെങ്കിലും ഇതിൽ വന്ന സ്റ്റോറി അല്ല അങ്ങനെ നേരടെ രാജ്യ കേരളത്തിൽ നടന്ന കണിക്കത്തെ ഒരു ഇൻസിഡന്റ് ആണ് ഒരു ഉമ്മ ആ ഉമ്മടെ കൊന്ന മോണ് ചൊല്ലേ നന്റെ പെത്തേക്കൊല്ല ശിക്ഷ ഇത് പിന്നൊരു ഉമ്മടെ കഥ കേൾക്കൊള്ള പിന്നൊരു ഉമ്മ സോഷ്യൽ മീഡിയത്തെ മുന്നിൽ വന്ന് ചൊല്ലേ നന്റെ ബാലകാര മോൺ ഉള്ളിലേക്ക് എനിക്ക് തൗത്തുരു നക്ക് ഒർത്തിಗೆ നന്റെ മോണ്ടിട്ടിಗೆ കൊണുകു പേടിയാവോടു ആര വിശദീകരിക്കില്ല ഇമേജ് ഊഹിച്ചിട്ടെടുക്കോ നന്റെ മോണ് ബാലകാര ഉള്ള ഔത്തുಲು നക്കി കൊണുകു പേടിയാവോടു ഒർത്തിಗೆ എന്റെ ആയിട്ടിക്കോ ആൾച്ചനാക്കി നോക്കും എന്റെ ഇങ്ങനെ ഞങ്ങളെ മക്കായി ഞങ്ങളെ സമൂഹം ഈ ഒരു അവസ്ഥക്ക് നീങ്ങിയിട്ടുള്ള കാരണം എന്തേ ഉമ്മാബക മക്കളുടെ വിഷയത്തിൽ ജവാബ്ദാരി ആരാണ് ഇതൊക്കെ ഹോണെ പഠിപ്പാട്ടെ ഉസ്താദന്മാരാ സ്കൂളിൽ വിദ്യാഭ്യാസം കൊടുക്കുന്ന ടീച്ചർമാരാ അഥവാ സമാജമാ നിരക്കരമാ ആരാണ് ഇതൊക്കെ ഉത്തരവാദി പരിശുദ്ധ ഈമാന്റെ പ്രഭയുണ്ടല്ലേ ചെറിയ കിടാവ് കൊമ്പത്തുക ആ വെളയുവ സിരി മുളക്കയല്ലി ചൊല്ലുല്ലേ അപ്പമേ ആ ഈമാന്റെ അംശത്തെ കൽബ് കിട്ടുകൊടുക്കണം അതാണ് ഇസ്ലാം പഠിപ്പാറ്റിയ കിടാവിടെ പെറ്റ സാത്ത് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് പരിശുദ്ധമായ ആ ബാങ്കയുടെ ശബ്ദം കിടാവിടെ കാതുകെ പാട്ടി ആ കിടാവ് തെല്ല് വലിയാൻ പറ്റുക കിടാവ് അല്ലാഹുടെ ബഗ ഹസ്ബി അല്ലേ പല ഞങ്ങൾ ജോലികൾ പാടേ ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂറു മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇത് പാടിയിട്ടാണ് കിടാവിടെ ആട്ടി വറക്കൊണ്ടിരുന്നത് നല്ല ബദലയിത്ത് പോയി ഇണ്ട് മൊബൈൽ ഏതെങ്കിലും ഒരു പാട്ട് വെച്ച് ഉണ്ട് ഞങ്ങളെ മക്ക ചെറിയ 2 വർഷത്തെ കിടാവ് ഇംഗ്ലീഷിലും ഉണ്ടുമ്പോ ഞങ്ങൾ വലിയ അഭിമാന കൊസി ഞങ്ങളെ കിടാവ് ഇംഗ്ലീഷിൽ പലക്കവരെ ചൊല്ലുമ്പോ ഓരോ ബാപ്പകും ഓരോ ഉമ്മക അഭിമാന ഞങ്ങളെ കിടാബുക ഖലാഅക ടോയ്ലറ്റിക്ക് പോകുമ്പോഴത്തേക്ക് ചൊല്ലെ ദിക്റെന്തിരെ ചൊന്നു കൊടുത്തിട്ടു അത് കിടാബുക തിരിയുമ്പോഴത്തേക്ക് ഒരു അഭിമാനം ഞങ്ങൾക്കില്ല ഇതുപോലത്തെ ഒരു മക്കാമുടെ പരിസരത്തേക്ക് ഗുണപരമ്പത്തുക ആ കിടാവിടെ കൈപിടിച്ചിട്ട് മോണു ഞങ്ങളെ പോലത്തെ ഞങ്ങളെ കാണാൻ മുന്നിൽ ജീവിച്ച ആൾമാരെല്ലാം കൂടെ മരണപ്പെട്ട് കിടന്നിന്റെ മോനെ ഞങ്ങന്നാലിങ്ങനെ പറകൊണ്ടു അങ്ങ് ഒരു സലാമു ചൊല്ലുമ്പോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ദാര ഖൗമിൻ മുഅ്മിനീൻ വഇന്നാ ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂൻ ഇത് ചൊന്നു കൊടുത്തിട്ട് ആ കിടാവ് അത് ചൊല്ലുമ്പോഴത്തേക്ക് ഞങ്ങൾ അഭിമാനം ഇല്ല അതൊരു വിഷയമേ അല്ല ഞങ്ങൾ എല്ലാ രാശന്ദ്ര എന്റെ കിടാവ് ഇംഗ്ലീഷ് തെരിയണോ ഇത് കിടാവ് ഇംഗ്ലീഷ് കൊണ്ടുള്ളത് മാത്രമല്ല എല്ലാ വിഷയത്തിലും പാശ്ചാത്യ സംസ്കാരത്തിന് അടിമപ്പെട്ട് ജീവിക്കുന്ന മുസ്ലിമായ മനുഷ്യ ഞങ്ങളെ യുവജനാംഗ ഞങ്ങളെ തലമുറ എങ്ങനെ ആകുണ്ടെന്ന് ആലോചനാക്കണം ഞങ്ങളെ ഹിരിയ ആൾമാരെ ഞങ്ങൾക്ക് പേടിയത്ത് ഗൗരവീത്ത് അങ്ങനെ സ്വന്തം ബാപ്പല്ലെങ്കിലും ബാപ്പയുടെ എലവണ മൂത്തവണ അല്ലെങ്കിലും റായത്തിൽ ഇന്ന് ഹിരിയ ആൾമാരെ പോലും ബഹുമാനിച്ച കനകത ഒരു കാലയന്ത് എങ്കിലുണ്ട് സ്വന്തം ബാപ്പയുടെ പോലും സ്വന്തം ഉമ്മയുടെ പോലും അവഗണിക്കര കാലത്ത് എത്തിപ്പോയറാ അതാണ് ഈമാൻ നഷ്ടപ്പെട്ടു പോണ്ടേ ചൊന്നെങ്കിൽ അല്ലാഹ് ആദരിച്ചങ്ങലൊട്ടുകല്ല അനാദരവ് ഈമാൻ നഷ്ടപ്പെട്ടു പോണുകൊല്ല കാരണമാണ് ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ അത്രമാത്രം വലിയ സ്ഥാനമാനത്തിൽ എത്തുന്നുകൊല്ല കാരണ അല്ലാഹുവിന്റെ റസൂലിട്ടുകൊല്ല അങ്ങേയറ്റത്തെ ബഹുമാനമാണ് നബി തങ്ങളൊട്ടുകൊല്ല പിരിസപ്പാടാണ് പെങ്ങള് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു 38ാമത്തെ വയസ്സിൽ മുസ്ലിമായിട്ട് 63ാമത്തെ വയസ്സിൽ വഫാത്താകുന്നു 25 വർഷം മാത്രം നിസ്കരിക്കുന്ന അവസരം കിട്ടിരേ 25 വർഷം റമളാന്റെ നോമ്പ് പിടിക്കുന്ന അവസരം കിട്ടിയിട്ടില്ല 25
വർഷത്തിൽ ധാരാളം ഖത്മ തീർക്കണകുൽ അവസരം കിട്ടിയിട്ടില്ല. അബൂബക്കർ സിദ്ദീഖിനെ കാണാൻ റമദാൻ സ്വീകരിച്ച ആളുമാർ ഞങ്ങളുട്ടികയില്ലേ? 80 വയസ്സായിട്ട് 80 വർഷത്തിൽ പോലും 80ാമത്തെ വർഷത്തിൽ പോലും റമദാന്റെ ഒരു നോമ്പ് വിടാതെ വയസ്സിലാളുമാറുണ്ടോ? പ്രായപൂർത്തിയായപ്പോ 6ാമത്തെ വയസ്സിൽ തുടങ്ങിയ റമദാന്റെ നോമ്പ് 80 വർഷം കഴിഞ്ഞിട്ട് പോലും നഷ്ടപ്പെടുത്താത്ത ആളുണ്ടോ? എങ്കിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അത്തര റമദാൻ നോക്കണകുല്ലേ അവസര ജീവിതത്തിൽ ഉണ്ടായിട്ടേ ഇല്ല. എങ്കിൽ പോലും അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലുടോ സ്വഹാബ, അബൂബക്കർ സിദ്ദീഖിന്റെ ഈമാന്റെ ഒരു തിറാസിൽ വെച്ചിട്ട് ലോകത്തുള്ള എല്ലാ മുഅ്മിനീങ്ങളുടെ ഈമാന്റെ പിന്നൊരു തിറാസിൽ വെച്ചെങ്കിൽ പോലും അബൂബക്കർ ഈമാനക്ക് തിന്നയാറമാണ്. കാരണം ഇബാദത്ത് കൊണ്ടല്ല പെണ്ണുങ്ങള്, അല്ലാഹുവിന്റെ റസൂലിട്ട് വല്ല അങ്ങേയറ്റത്തെ ബഹുമാനം ആദരവ് കൊണ്ടാണ്. അതല്ലേ ഒരു ഇഖാമത്തിലെ ഞാറാമത്തുക ബിലാൽ തങ്ങൾ ചൊല്ലുടൂ, അല്ലാഹുവിന്റെ റസൂൽ ഒരു പഞ്ചായത്തിക്ക് പോയിര്, അല്ലാഹുവിന്റെ റസൂൽ ഒരു സുൽഹ കൊണുകു പോയിട്, ഒരു ഗോത്രത്താളുമാരെ നടുല് സുൽഹ കൊണുക അല്ലാഹുവിന്റെ റസൂൽ പോയിട്. ഇഖാമത്തിലെ ഞാറാവോടോ നാണ് ഇഖാമത്ത് കൊടുക്കൂടെ, നിങ്ങ ഇമാമു നിക്കടാറാണ്ട് അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബിരൊട്ടിക്ക് കേൾക്കുമ്പോ തുകൂ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ചൊല്ലുടൂ ഇഖാമത്ത് കൊടുക്കോറു ബിലാലേ നാണ് ഇമാമു നിക്കട. എന്നിട്ട് ഇഖാമത്ത് കൊടുത്തിട്ട് ഇമാമത്ത് നിന്റെ നിസ്കാരം ഇങ്ങനെ തുടങ്ങുമ്പോ തുകൂ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ വിവരം കിട്ടര്. സ്വഹാബത്ത് സൂചന കൊടുക്കടാറ്, ആ സൂചന കൊടുക്കുന്നതിൽ സ്വഹാബത്ത് ഒരു തപ്പ് സംഭവിച്ചു പോണ്ടു. സ്വഹാബത്ത് ഇസ്ലാമിന്റെ എല്ലാ വിഷയം ഒരേ അടിക്ക് തെരഞ്ഞത് എന്തുമല്ലല്ലേ, ഹന്തമായിട്ട് ഇസ്ലാമിന്റെ ಬಗ್ಗೆ അങ്ങ് പഠിക്കരേ. നിസ്കാരത്തിൽ പലക്ക പറഞ്ഞ സ്വഹാബത്തുണ്ടു. പള്ളിരെ ഉൾക ചിലപ്പോ മൂത്തറബീത്തി പോയ ആളുണ്ടു. കാരണം പള്ളിരെ ബഹുമാനപ്പോ ഗൊന്തില്ലാത്ത ത്തിൽ പലക്കബരിയൊക്കെ തീരാണ്ട് ഗൊന്തില്ലാത്ത ഹന്തമായിട്ട് ഇങ്ങനെ പഠിക്കടേ. ഓരോ സന്ദർഭത്തിൽ ഹന്തമായിട്ട് ഇങ്ങനെ പഠിക്കും. ഒരു നാൾ ഒരു അറാബിയായ ഒരാളുണ്ടല്ലേ, പള്ളിരെ ഉൾക തെച്ചിട്ട് ഒരു മൂലൽ മൂത്രബീത്തരി പള്ളിരെ ഉൾക അങ്ങ് എന്താക്കോ ഉള്ളാളത്തെ പള്ളിരെ മൂലൽ ഒരാള് കിടാവു കുന്താവാണ്ട് ബീത്തി പോയി അങ്ങനല്ല മണപ്പൂർ ഒരു വലിയ ഒരാൾ ഒരു ബാലകാർ അല്ലെങ്കിൽ ഒരു വയസ്സര ഒരാൾ പള്ളിരെ മൂലൽ തെച്ച് മൂത്രബീത്തി ഉണ്ട് ഉള്ളാളത്തെ എന്താക്കുവാറ് മൂത്രബീത്തിരത് ബുഡോർബാവ. ചില പള്ളിയിലെല്ലാം നോക്കണം മീത്ത് ജോറ് കഫ വന്നിട്ടൊരു വയസ്സരാൾ പറത്തു പോകായില്ല. സഡൻ ദമ്മ് കെട്ടി എനിക്ക് ഒരു കണ്ടിൽ തുപ്പകു നോക്കിയിട്ട് പാരിട്ടയൽ അടിക്കോ ബന്ധ എനിക്ക് വണ്ടിയില്ല. ചില ആൾ കണ്ടിൽ തുപ്പോതിര അവിടെ എഴുതി വെച്ചിട്ടില്ല കിട്ടക്കിന്റെ ഉകള പറഞ്ഞു എല്ലാ പള്ളിയിലുള്ള ഒരു അറാബി അയാൾ മൂത്രബീത്തി ഈത്തൊമ്പത്തുക്ക് സ്വഹാബത്ത് ഇങ്ങനെ പാരി പോകുന്ന അയാളുടെ മേലെ അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലു ദഉ സ്വഹാബ ദൂറവ. അല്ലാഹുവിന്റെ റസൂൽ ദൂറവ ഒരു സ്വഹാബ ദീനത്തെ പള്ളിയിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ സാന്നിധ്യത്തിൽ പള്ളിയിലുള്ള മൂത്രബീത്തിലെ ഒരു അറാബിയായ ഒരാൾ അല്ലാഹുവിന്റെ റസൂൽ ബുൾഡോർ സ്വഹാബ അയാൾ ബീത്തിത്ത് കംപ്ലീറ്റ് ബീത്തിൽ പിന്നെ അയാളുടെ മുട്ട വിളിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലു ഇത് തുപ്പകു തീര ഈ ജന്തെങ്കിൽ സാമ അതിരൽ തീര ഇത് നിസ്കരിക്കണകും ഖുർആൻ ഓതുകും ദിക്റല്ല ചൊല്ലണകും ആളിട്ട് മുഖത്ത് നോക്കി ഇത് എന്ത് സ്വഭാവ ഇത്ര ആൾമാർ എന്റെ മേല് പാറോ നോക്കിയാർ സ്വഹാബികൾ എന്റെ മേല് പാറോ നോക്കിയാർ നന്നിട്ട് ഒരു തപ്പ് വന്ന് പോയിട്ടാ അയാൾ തെരിയാണ്ട് ബീത്തിരെ പള്ളിയുടെ ഹുർമത്ത് ഗൊന്തില്ല പള്ളിയുടെ ഉൾകൊല്ല ആദാബെന്തിന്റെ ഗൊന്തില്ല ആ തെരിയാണ്ട് ബീത്തിയപ്പോ സ്വഹാബത്തിന്റെ മേല് പാറു നോക്കുമ്പോ റസൂലുള്ളാഹി തങ്ങളെ അങ്ങനെ തടഞ്ഞിട്ട് മാത്രല്ല കംപ്ലീറ്റ് ബീത്തൊക്കെ പൊട്ടു അതിൽ തടയെടുത്ത് ഇടങ്ങിരല്ല മൂത്ര ബീത്ത് കൊണ്ടിരിക്കുമ്പോ കട്ടാക്കി നിപ്പാട്ടിനെങ്കിൽ ഇടങ്ങിരല്ല റസൂൽ അവർ കരുണ നോക്കൂ ബീത്തൊക്കെ പൊട്ടുത്തു എന്നിട്ട് പള്ളിയുടെ മഹത്വത്തെ ചൊന്നു കൊടുത്തു. ആരാബി സന്തോളത്തിൽ ചൊന്നിന്തിര കൊന്തുണ്ട അല്ലാഹുവേ റബ്ബേ പടച്ചോനെ നക്കും ഈ മുഹമ്മദ് നബിക്കും നീ റഹ്മത്ത് ചെയ്യ് ഞങ്ങളെ കൂടെ വേറെ ഒരാളും റഹ്മത്ത് ചെയ്യരണ്ടാണ്. ഈ കൊസിലിയാള് ദൂരം ആ ദൂരക്കുമ്പത്തേക്ക് അല്ലാഹുവിന്റെ റസൂല് ചൊല്ലു അപ്പം ചിരിക്കരു നബി തങ്ങൾ പുഞ്ചിരിക്കട് എന്നിട്ട് ചൊല്ലു ആരാബി രട്ടിക അല്ലാഹുവിന്റെ ആ വിശാലമായ കരുണ റഹ്മത്ത് അതിന് നീங்க എന്തൊക്കെ ചുരുക്കൂടെ എല്ലാവർക്കും റഹ്മത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ റസൂല സ്വഭാവം
അതാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ സൗമ്യമായ സ്വഭാവം. അതാണ് പണ്ഡിതന്മാർക്കും ആലിമീങ്ങൾക്കും സ്വഭാവം. ഉലമാ അള്ളാഹുവിന്റെ റസൂല് പ്രവാചകന്മാരെ അനന്തരാവകാശികളാണ്. അള്ളാഹുവിന്റെ റസൂലിനന്തര പരിശുദ്ധമായ ഈ ദീൻ ഏത് രൂപത്തിലാണോ അള്ളാഹുവിന്റെ റസൂല് കൊണ്ടുവന്ന് തന്നിരെ അതേ രൂപത്തിൽ ഖിയാമത്ത് നാൾ വരേക്കും കാത്തു സൂക്ഷിക്കരകനിക്കുന്ന ഉത്തരവാദിത്വം പണ്ഡിതന്മാർക്കുണ്ട്, ജവാബ്ദാരിയുണ്ട്. ആ ജവാബ്ദാരി നിബാഹിസമ്പത്തുകൂ കൂടെ ഉള്ള നേതാക്കന്മാര് ആ പണ്ഡിതന്മാർ ചൊല്ലി ദീന്റെ നടപ്പിലാക്കൊണ്ടു സഹായിക്കണോ. ആ സഹായിക്കടതിനെ പൊട്ടിട്ട് സുബ്ഹാനല്ലാഹ് ചില ജാഗൽ എന്തെങ്കിലും ദീനിന്റെ അഹ്കാം ചൊന്നെങ്കിൽ ആ റമദാനിൽ പിന്നെ ആ മുദരിസില്ല, ആ റമദാനിൽ പിന്നെ ഖതീബില്ല. പല ജാഗലും ഫോണുണ്ട്. അത് ഞങ്ങൾക്ക് നല്ല ജണ്ട ആളാവണു. റമദാനിൽ ഫോണാക്കട ഏതെങ്കിലും ഒരു പള്ളിയുടെ ഖജാൻജി സെക്രട്ടറി ഞങ്ങൾ നല്ല ജണ്ട ആളാവണു. നല്ല ആളാ എന്ത് അങ്ങ് മറന്തടിക്കണു, തോട്ടത്തിൽ അടയ്ക്ക പറക്കണം. അല്ല ഉസ്താദ് ഇമാം നിക്കണു അല്ലെ ഒരു ഖതീബായിട്ടും ഇമാമായിട്ട് നിൽക്കരുത്, നിങ്ങൾക്ക് ആളായിട്ടല്ലേ. അള്ളാഹുടെ പരിശുദ്ധമായ ദീനക്ക് നേതൃത്വം കൊടുക്കരുത്, നിങ്ങൾക്ക് ആളായിട്ട് ഞങ്ങൾ ജണ്ട ആളാവണം. ഈ ആളുകളുടെ ഭാവന എപ്പ മനസ്സിൽ ബന്ധ അതോടെ ആ റായത്തിൽ പിന്നെ ഇൽമു ചൊല്ലെ ശരിയായ ഒരു നല്ല ആലിം എന്നിട്ട് നിങ്ങൾക്ക് പ്രയോജനം കിട്ടാല. അങ്ങനെ ആദരിക്കണം, ബഹുമാനിക്കണം. എത്ര ആദരിക്കണോ. ഇമാം അബൂ ഹനീഫത്തുൽ കുഫി റഹ്മത്തുള്ളാഹി അലൈഹി എത്ര വലിയ മഹാനാൻ. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു തങ്ങൾ ചൊല്ലുടു, ഞാൻ അബൂ ഹനീഫ ഇമാമുടെ മഖ്ബറ ഉള്ള ജാഗല് ഒരു രണ്ടരക്കാത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ട് അല്ലാഹുരട്ടിಗೆ പോയിട്ട് ആ അബൂ ഹനീഫ ഇമാമുടെ ഖബറിന്റെ പരിസരത്തിൽ നിന്നിട്ട് എന്തര അല്ലാഹുരട്ടിಗೆ ദുവറന്നരാമാ അല്ല നിന്റെ നിരാശ ആക്കിയിട്ടേ ഇല്ല. അത്ര വലിയ മഹാനായ അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു സ്വന്തം മോണുകു ഖുർആൻ പഠിപ്പാട്ട് ഒരു ഉസ്താദിനെ കയ്യിലേൽപ്പിച്ചു കൊടുക്കൂടു. എന്നിട്ട് മോണുകു പരിശുദ്ധ ഖുർആന്റെ സൂറത്തുൽ ഫാത്തിഹ പഠിപ്പാട്ടി കൊടുത്ത സമയത്തിൽ 1000 ദീനാർ കെട്ടെടുത്തു പോയിട്ട് ഉസ്താദിനെ കയ്യിൽ കൊടുത്തു. ആ കിടാവുകു വേണ്ടി ദുവറപ്പാട്ട് എന്നിട്ട് ചൊല്ലു, ഉസ്താദ് ഇതിനെ കാണ യാറ ബംഗാറ് മീത അബൂ ഹനീഫ രൊട്ടിക ഇന്നിട്ടില്ലെങ്കിൽ നിന്റെ കിടാവുകു ഖുർആൻ പഠിപ്പാട്ടിയതൊക്കെ വേണ്ടിയിട്ട് സന്മാനമായിട്ട് തറാത്ത ഉസ്താദ്. സുബ്ഹാനല്ലാഹ്, ഇന്റെ ബംഗാറ് വേണ്ട ഉണ്ട്. റമദാന്റെ മുന്നുള്ള രജ കിട്ടുമ്പോഴത്തേക്ക് മീത്ത മക്ക ഉമ്മ ഉസ്താദ് നാക്ക് ഒരു 50 രൂപ തരണം മധുവറപ്പാട്ടക്കും എല്ലാരും സീരണി പൈസ കൊണ്ട് പോകുന്നു. ചൊന്നര ചൊല്ലുമ്പോ പാപ്പ ഉലക തെച്ചിക്കേക്കര് എന്തേ അങ്ങ് ശമ്പളം കൊടുക്കൂല്ലേ? ശമ്പള ഒരു ആലിം ഒരു ഉസ്താദ് ഒരു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പഠിപ്പാട്ടിക്ക് ശമ്പളം കൊടുക്കും. ദുനിയാവിൽ ആർക്ക് തീരു ശമ്പളം കൊടുക്കണം. ഇത് കൊടുക്കുന്ന ശമ്പളം ചില ആളുമാരെ ചൊല്ലും ഞങ്ങൾ പഠിപ്പാട്ടിക്ക് ശമ്പളം തന്നിട്ടില്ല. എന്ത് ശമ്പളം മോനെ, ശമ്പളം അല്ലാഹുവിന്റെ റസൂല് ചൊല്ലു, ഇൽമു പഠിപ്പാട്ടി ഒരാളുടെ ശമ്പളം അയാളുള്ള പ്രതിഫല അത് പൂർത്തിയാക്കൊണ്ടു സാധ്യ അവിടെ അല്ലാഹുക മാത്രമാണ്. അല്ലാഹുക മാത്രം സാധ്യ അവിടെ ഒരു കാര്യത്തെ നീ എങ്ങനെ ഏറ്റെടുത്തേ, നാ കൊടുത്തില്ലേ, നാ തന്നില്ലേ. അഹങ്കാരപൂടം അല്ലാഹു ഈമാൻ നശിപ്പിച്ചു കളയൂ. ഈമാൻ അല്ലാഹു സലാമത്താക്കട്ടെ. എല്ലാവരും അല്ലാഹു ഈമാൻ സലാമത്താക്കട്ടെ. വിശദീകരിക്കില്ല. അപ്പൊ നാ ചൊന്നോട്ട് വന്നേ, പരിശുദ്ധമായ സ്വാലിഹീങ്ങൾ അല്ലാഹുടെ റസൂൽ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊട്ടുകളുടെ അങ്ങേയറ്റത്തെ ബഹുമാനം അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ഇഖാമത്തിന് നേരായിട്ട് ഇഖാമത്ത് കൊടുത്തു. സിദ്ദീഖ് തങ്ങൾ ഇമാം നിന്റെ സ്വഹാബികളുടെ കൈ ഇങ്ങനെ തട്ടോ തുടങ്ങിയാൽ എന്തേ സൂചന കൊടുക്കൽ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ നബി തങ്ങ വന്ന് അല്ലാഹുവിന്റെ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ഗൊന്തവിടെ റസൂലുള്ളാഹി തങ്ങൾ ബന്തുണ്ട്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു നിസ്കാരത്തിൽ അപ്പുറം നോക്കില്ല. പക്ഷെ അല്ലാഹുവിന്റെ റസൂൽ ബന്ധിത് ഗൊന്തവിടെ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ഇങ്ങനെ പെരകെ പിറകെ നോക്കും. കഫ്ഫുൽ നിക്കടെ നബി തങ്ങൾ ഇമാം വന്ന് നിക്കട്ടെ. അല്ലാഹുവിന്റെ റസൂൽ ചൊല്ല അബൂബക്കറെ അവിടെ മെനിക്കോർ പെരകെ ബറണ്ടാണെങ്കിൽ അവിടെ മെനിക്കോർ നിസ്കാരത്തെ പൂർത്തിയാക്കോർ. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ കേട്ടില്ല. അല്ലാഹുവിന്റെ റസൂൽ ചൊന്നിട്ടും കേട്ടില്ല. റസൂലുള്ളാഹി തങ്ങളുടെ പലക്കത്തെ ബലബൈക്കാന്റെ പെരകെ ബന്ധിന്റെ അല്ലാഹുവിന്റെ റസൂല് പോയിട്ട് ഇമാം നിന്റെ നിസ്കാരത്തെ പൂർത്തിയാക്കിയിട്ട് എല്ലാം കഴിഞ്ഞൽ പിന്നെ കേക്കിട് സ്വഹാബാ ആണിങ്ങ നിസ്കാരത്തിൽ ഇമാമ കുറെ എച്ചരിക്ക കൊടുക്കണമെങ്കിൽ ഒരു സൂചന കൊടുക്കണമെങ്കിൽ കൈ തട്ടണായതല്ല, അത് തസ്ബീഹ് ചൊല്ലല് കൊണ്ടുകൊണ്ട് മസാല ചൊന്നു കൊടുക്കൂടൂ. എന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് തങ്ങളിട്ടുക ചൊല്ലുടൂ, അബൂബക്കറെ നാൾ ഇമാമ നിന്റെ നിസ്കരിക്കോറോ ചൊല്ലുമ്പോ എന്റെ പലകത്തുക ബലബൈക്കാത്തേ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിട്ടുക ചൊല്ലുടൂ, നബിയേ
അല്ലാഹുവിന്റെ റസൂലെ കാണ എതിർ നിന്റെ നിസ്കരിക്കരകനികത്തെ ഒരാളുക അബൂ ഖുഹാഫ ജന്മം കൊടുത്തിട്ടില്ല നബിയേ. അബൂ ഖുഹാഫക്ക് അങ്ങനത്തെ ഒരു മോനുണ്ടായിട്ടില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂല് പെരകെ നിക്കുമ്പൊത്തുകൂ അല്ലാഹുവിന്റെ റസൂലെ കാണ എതിര് പോയി നിക്കടകനികത്തെ ഒരു മോണുകൂ അബൂ ഖുഹാഫ ജന്മം കൊടുത്തിട്ടില്ല നബിയേ. ആ ബഹുമാനമാണ് ഈമാൻ. എത്രത്തോളം കൊണ്ടുണ്ട് പെണ്ണുങ്ങളെ ആ ബഹുമാനം. അവസാനം അല്ലാഹുവിന്റെ റസൂലെ വഫാത്തിന്റെ 2 വർഷം കഴിഞ്ഞിട്ടാണ് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ വഫാത്താവുടെ. ആ വഫാത്താവുടെ നാള് മുട്ട വന്നപ്പാ, ആ വഫാത്താവുടെ സന്ദർഭ കളിക മുട്ട വന്നപ്പാ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ സ്വഹാബത്തിനെ വിളിച്ചു ചൊല്ലുടൂല, നാണ് മീത്ത് മരണപ്പെട്ടു പോയെങ്കിൽ നന്റെ മയ്യത്ത് കുളിപ്പാട്ടി കഫന് ചെയ്തിട്ട് നന്റെ മയ്യത്തിന് നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലെ മറവ് ചെയ്ത കനികത്തെ ഹുജറത്തു ഷരീഫയുണ്ടല്ലേ, ആയിഷ ബീബി റളിയല്ലാഹു അൻഹാടെ മുറിയൗതുലാട് ഇണ്ട് കാണ്ടെ മദീനത്തെ പച്ചക്കുബ്ബ ഏത് കൊണ്ടുണ്ട പെണ്ണുങ്ങള് ആയിഷ ബീബി റളിയല്ലാഹു അൻഹാടെ മുറിയവമാണ്. അല്ലാഹുവിന്റെ റസൂൽ ഹയാത്തിലിക്കുമ്പോ ആയിഷ ബീബിയുടെ കൂടെ ജീവിച്ച കനികത്തെ അവത്തെ മുറിയവമാണ്. അതേ മുറിയൗത്തിലാണ് അല്ലാഹുവിന്റെ റസൂൽ കൊല്ല ഖബറു ശരീഫ് നങ്ങ പൊക്കുവാമാ നങ്ങൾക്ക് സാധ്യാവാ. എത്ര പിരിസാക്കളെ ഞങ്ങളെ പെഞ്ഞായി മാറുണ്ട് കണ്ടെങ്കിൽ പോലും നാലനങ്ങ മരണപ്പെട്ടു പോയപ്പോ നിന്റെ മാപ്പിളുടെ പള്ളിക ഗുണപോവണ്ട. ഇന്നലെ വരേക്കും ഈ റൂമിലല്ലേ നിന്റെ കൂടെ കിടന്നത്. ഇതേ റൂമില് നിന്റെ മാപ്പിളക കബറെടുക്കോറോണ്ട് ചൊല്ലുടെ ഒരു പെണ്ണ് ഈ ഉള്ളാളത്തിൽ വഴുകെ കൊടുക്കുവന്റെ സദസ്സിലുണ്ടാ പെങ്ങള് മയ്യത്ത് ഔത്തവുക മറവ് ചെയ്യുന്നെങ്കിൽ ഔത്തലിക്കോ ധൈര്യം ബറുവ. മരണപ്പെട്ടു പോയ ബലിയമ്മയുടെ കുപ്പായ എലസറ അതിന്റെ ಬಗ್ಗೆ ಬಂದು ಕೇಕಡ ಉಸ್ತಾದ ಕತ್ತು ಬಾಟೋಣ ಪೂತೋಣ ಎಂದೇ ಹುಡುಕೋಗು ಅದು ಇಡೋ ಪೇಡಿ ಅವ್ರು ರೂಹಾಣಿ ಬಂದರು ಉಂಟು. മയ്യത്തിനെ ഔത്തവുക മറവ് ചെയ്യുന്നെങ്കിൽ ഔത്തവുക ഇക്കുവാറ. അല്ലാഹുവിന്റെ റസൂൽ ആ ശറഫാക്കപ്പെട്ട ഖബർ ഷരീഫ് ആയിഷ ബീവിയുടെ മുറിയൗത്തുക. അപ്പൊ ഇനി കേട്ടണ്ട നാല് നങ്ങമർച്ചെങ്കും അങ്ങനെ അടക്കാമ ഉസ്താദൻ. അല്ല നല്ല ഖബർസ്ഥാനമേ, അതിൽ വലിയ ഗുണമുണ്ട്, റഹ്മത്തുണ്ട്. എന്റെ എത്ര ആൾമാര് ദുആ കിട്ടറ് സലാം കിട്ടറ് സ്വാലിഹീങ്ങളായ ആൾമാരെ കടന്നു പറമ്പല്ലോ സലാം ചൊന്നോണ്ട് തുറന്നോ പണ്ടാറ് അത് ഔത്തലുക എന്തെങ്കിലും കിട്ടാല. പിന്നെ അല്ലാഹുവിന്റെ റസൂൽ അതാ അവനക്ക് പ്രത്യേകമായ കാരണമുണ്ട്. അതെല്ലാം വിശദീകരിക്കും നേരെയില്ല. അപ്പൊ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറടക്കപ്പെട്ട കനിക്കത്തെ ജാഗിലെ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുടെ മനസ്സിലൊരു ആശനക്കും അതേ ജാഗില് കിടക്കണോ. ജീവിതത്തിൽ അല്ലാഹുവിന്റെ റസൂലുക്ക് വേണ്ടി ജീവിച്ചനാണ്, അല്ലാഹുവിന്റെ റസൂലെ കൂടെ ജീവിച്ച് നടനാണ്. മരണപ്പെട്ട നന്തരവും ആ റസൂലുള്ളാഹി തങ്ങളുടെ ഖബർ ശരീഫിലെ മുട്ടമേ കിടക്കണോ. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് സ്വഹാബത്തിലിട്ട് ചൊല്ലോടോ, മറിച്ചെങ്ക നിന്റെ മയ്യത്ത് കുളിപ്പാടി കഫന് ചെയ്തിട്ട് നിന്റെ മയ്യത്ത് കട്ടിയില്ല പുറത്തോണ്ട് പോയിട്ട് നിന്റെ മോൾ ആയിഷ ബീബിയുടെ ഔത്തെ ബായിൽ കട എതിർകെ നിങ്ങ ബീക്കണോ. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ അസ്സലാമു അലൈക്കും ചൊല്ലുന്നു. അബൂബക്കർ ഉൽക ബർട്ടാട്ട് കേക്കണോ. അബൂബക്കറെ മയ്യത്ത് അവിടെ മറമാടണുകോ. അല്ലാഹുവിന്റെ റസൂലുക്ക് പൊരുത്തമുണ്ടാ സമ്മതമുണ്ടാണ്ട് കേക്കണോ. അല്ലാഹുവിന്റെ റസൂല് ശറഫാക്കപ്പെട്ട ഖബർ ഷരീഫുള്ള റൂമുണ്ടല്ലേ, അതിരെ ബായിൽ മീത്ത് സഡൻ ആയിട്ട് ഒരാളും തുറക്കാണ്ട് അതേ ആയിട്ട് ഇങ്ങനെ തുറന്നു കിട്ടിയെങ്കിലേ തന്റെ മയ്യത്തിന് അവിടെ മറമാടുന്നു. അതല്ല അല്ലാഹുവിന്റെ റസൂല് ഖബർ ഷരീഫുള്ള ബായിൽ മീത്ത് തുറയില്ലാണ്ട് കണ്ടെങ്കില് അബൂബക്കറിനെ മറവ് ചെയ്യട്ടാണ്ട് നിങ്ങൾ സമ്മത കേട്ടപ്പാ ആ ബായിൽ മീത്ത് തുറയില്ലാണ്ട് കണ്ടെങ്കിലേ ജന്നത്തുൽ ബഖീഇല് എല്ലാ ആളുമാരെ മറവ് ചെയ്ത ജാഗല നിന്റെ മറമാടണോ ചൊല്ലുടോ. വഫാത്തായിട്ട് കിടക്കുമ്പൊത്തുക പോലും അല്ലാഹുവിന്റെ റസൂലെ പൊരുത്തം ആഗ്രഹിച്ച മഹാനാണ്. മരണപ്പെട്ടു പോയ സ്വാലിഹീങ്ങളെ പിടിക്കണ്ടാണ്ട് ചൊല്ല ഈമാനില്ലാത്ത മുസ്ലിം. അല്ലാഹുവിന്റെ സ്വാലിഹീങ്ങൾക്ക് മരണപ്പെട്ടു പോയ നന്തര ഒരു കഴിവുമില്ല. ആ മഹാന്മാരെ ഹദറത്തുക്ക് പോയിട്ട് അല്ലാഹുവിന്റെ ഒട്ടിക്ക് ദൂരക്കിടത്തിൽ അർത്ഥമില്ലാണ്ട് ചൊല്ലുടാള്. റസൂലുള്ളാഹി തങ്ങളെ റൗളാ ശരീഫിനെ മുന്നോട്ട് കൊണ്ടുപോയിട്ട് അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ ആ മയ്യത്തിനെ ഇങ്ങനെ വെച്ചിട്ട് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ചൊല്ലോടോ, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. നബിയേ അബൂബക്കർ
അബൂബക്കർ സിദ്ദീഖ് തങ്ങളാണ് നബിയേ, ഈ മയ്യത്തിനവിടെ മറമാടട്ടെ നബിയേ. അത് ചൊല്ലൽ കൂടെ ബായിൽ തുറയിടേട്ട് മാത്രല്ല പെണ്ണുങ്ങള്, അല്ലാഹുവിന്റെ റസൂല റൗദാ ശരീഫിന്റെ ഉൽഗത്തെ ഒരു ശബ്ദം ജോറ് കേൾക്കടൂല. അദ്ഖിലുൽ ഹബീബ് ഇലൽ ഹബീബ് വഇന്നൽ ഹബീബ ലിൽ ഹബീബി മുഷ്താഖ്. ഏറ്റവും ഇഷ്ടപ്പെട്ട എന്റെ ചങ്ങായിരേ, അയാൾ ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ കൊടബന്ന് കിടപ്പാട്ടോറ് സ്വഹാബ. അബൂബക്കർ നിന്റെ കൂടെ വന്ന് കിടക്കെടുതിരനാണ് വല്ലാണ്ട് ആഗ്രഹിച്ചിട്ട് കാത്തോണ്ടുള്ള സ്വഹാബ. വഫാത്തായ അല്ലാഹുവിന്റെ റസൂൽ റൗളാ ശരീഫിന്റെ ഉൽഗത്തെ ശബ്ദം കേൾക്കട്. അബൂബക്കർ സിദ്ദീഖ് തങ്ങള് റളിയല്ലാഹു അൻഹുടെ ഖബർ ശരീഫും അതേ റൂമിടെ ഉൾഗൈത്ത്. അതാണ് അല്ലാഹുവിന്റെ റസൂലുകളുടെ അദബ് കൊണ്ട് ബഹുമാനം കൊണ്ട് നേടിയത്. മഹാന്മാരെ സ്വാലിഹീങ്ങളുടെ അദബ് കൊണ്ട് സ്നേഹം കൊണ്ട് പിരിസം കൊണ്ട് സമ്പാദിച്ചത്. അത് എല്ലാവരുടെ പേര് മഹാന്മാരായ സ്വാലിഹീങ്ങൾ എല്ലാവരുടെ പേരും അല്ലാഹുവിന്റെ റസൂലിന്റെ നന്തറ ആ പാരമ്പര്യം അവിടെ സയ്യിദന്മാർ തങ്ങന്മാർ അഹ്ലു ബൈത്തിൽപ്പെട്ട മഹാന്മാർ അങ്ങനൊട്ടിക പേരും. അങ്ങനെ വെറുത്താറുണ്ട് കണ്ടെങ്കിൽ അങ്ങ് പിന്നെ ദുനിയാവിലും ആഖിറത്തിലും രക്ഷയില്ല. ചെറിയ ഒരു സംഭവം ചൊന്നെ വാഴ കാണിപ്പാട്ട്. ബഹുമാനപ്പെട്ട ജഅഫർ സ്വാദിഖ് റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്. ബഹുമാനപ്പെട്ട ജഅഫർ സ്വാദിഖ് റളിയല്ലാഹു അൻഹു ആരാണ്? അല്ലാഹുവിന്റെ റസൂലിന്റെ മോള് ഫാത്തിമ ബീവിയുടെ മോണും സയ്യിദ് ഹുസൈൻ തങ്ങളെ മോണും സയ്യിദ് സൈനുൽ ആബിദ് തങ്ങളെ മോണും സയ്യിദ് മുഹമ്മദ് ബാഖിർ തങ്ങളെ മോണും സയ്യിദുനാ ജഅഫർ സ്വാദിഖ് റളിയല്ലാഹു അൻഹു. ആ ജഅഫർ സ്വാദിഖ് റളിയല്ലാഹു അൻഹു ജഅഫർ സ്വാദിഖ് തങ്ങളൊട്ടിക്കൊണ്ടല്ലേ ദാവൂദ് ത്വായി ചൊല്ല ഒരു വലിയ വന്ന് ചൊല്ലവല അക്കണി ഒരു വാദ ചൊല്ലണം തങ്ങളെ നിങ്ങളെ നക്കൊരു വാദ ചൊല്ലണം. ജഅഫർ സ്വാദിഖ് തങ്ങൾ വാദ ചൊല്ലി നിങ്ങൾ വലിയ സാഹിദല്ലേ, അവിടെ വലിയല്ലേ, നിങ്ങൾക്ക് നാണെന്തിര വാദ ചൊല്ലി ഈ അള്ളാന്റെ വലിയ ചൊല്ലെന്തിര കൊന്തുണ്ട തങ്ങളെ അങ്ങനെ ചൊല്ലണ്ട. ഞാൻ ആരായെങ്കിലും അങ്ങനെ കാണ വലിയ സ്ഥാനമാണ് അഹ്ലു ബൈത്തായ നിങ്ങൾക്ക് തങ്ങന്മാർ. അതുകൊണ്ട് നബി അല്ലാഹുവിന്റെ റസൂൽ കുടുംബത്തിൽപ്പെട്ട ആ ഒരു മഹത്വം ലോകത്ത് ഒരാൾക്കും അത് കിട്ടാല്. ലാൽമാരുടെ കേക്ക് കൊണ്ട് തങ്ങാവണമെങ്കിൽ ഇവിടെ പഠിക്കണം. മുത്താലിമികളെ ചിലപ്പോൾ ചെറിയ ചെറിയ പോയി അങ്ങാവുക ഇവിടെ പഠിക്കും. അങ്ങത് പഠിച്ചിട്ട് കിട്ടിയത് അല്ലാഹുവിന്റെ റസൂൽ ആ ഷറഫാക്കപ്പെട്ട ചോര ആ പാരമ്പര്യമാണ്. അപ്പൊ ബഹുമാനപ്പെട്ട ജഅഫർ സ്വാദിഖ് തങ്ങൾ ചൊല്ലു നാണെന്തിരെ ഉപദേശിക്കണത് നാണ് അല്ലാഹുവിന്റെ വലിയല്ലേ, വലിയ ചൊല്ലു അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബ അഹ്ലു ബൈത്ത് നിങ്ങൾക്ക് ഇന്ന് ശ്രേഷ്ഠത ദുനിയാവിൽ ഒരാളുകുമില്ല. എത്ര വലിയ ആളായെങ്കിലും അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തിൽപ്പെട്ട അഹ്ലു ബൈത്തുള്ള ശ്രേഷ്ഠതയില്ല. അപ്പൊ ജഅഫർ സ്വാദിഖ് തങ്ങൾ ഉൾപ്പെട്ടു ചൊല്ലു വലിയ വേചാറിലുള്ളേ കൊന്തുണ്ട നാളെ ആഖിറത്തിൽ മഅ്ശറത്തിൽ അല്ലാഹുവിന്റെ റസൂലിനെ നന്റെ ഉപ്പാപ്പടെ നന്റെ അജ്ജടെ അല്ലാഹുവിന്റെ റസൂലിനെ കാണുമ്പോ ആ റസൂലുള്ളാഹി തങ്ങളുടെ മീത്ത് നന്റെ ഒട്ടിക ജഅഫറെ തന്റെ സുന്നത്ത് പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് പാലിക്കൊണ്ടുകായിട്ടില്ല. എന്റെ സുന്നത്തിനെ പരിപൂർണമായി പാലിക്കുന്ന വിഷയത്തിൽ നിങ്ങൾക്ക് യാരൊക്കെ വന്നു പോയി ചൊന്നിട്ട് എന്റെ മീത്ത് ആക്ഷേപിച്ചെങ്കാ ചൊല്ലെ പേടിയിലാണ് നാ ജീവിച്ചോണ്ടുള്ളേ. ബഹുമാനപ്പെട്ട അബ്ദുൽ വാസി ബാഖവി ഉസ്താദോട് ചൊന്തു ഇബാദത്തിലുള്ള കനിക്കത്തെ ആ ഒരു ശ്രദ്ധയും ഇബാദത്തുള്ള കനിക്കത്തെ താല്പര്യം ജഅഫർ സ്വാദിഖ് റളിയല്ലാഹു അൻഹു ചൊല്ലി അല്ലാഹുവിന്റെ റസൂൽ തന്റെ മുഖത്ത് നോക്കിയിട്ട് നിങ്ങൾ സുന്നത്ത് പാലിച്ചിട്ടില്ല, എന്റെ ഒട്ടുകൊല്ല മുതാബഅത്തിന്റെ ഹഖ് നിങ്ങൾ നിറവേറ്റിട്ടില്ല, നന്റെ തുടർന്ന് ജീവിക്കണോ നന്റെ പിമ്പറ്റണോ ചൊന്ന വിഷയത്തിൽ നിങ്ങൾക്ക് യാരൊക്കെ വന്നു പോയിരോ ചൊന്നെങ്കിൽ ഞാൻ എന്താക്കിരണോ ചൊന്നിട്ട് ബേജാർ. അത്ര വലിയ മഹാൻ ഔലിയാക്കന്മാരെ കൂട്ടത്തിൽ പ്രഗത്ഭരായ സ്ഥാനം അലങ്കരിച്ച മഹാൻ ജഅഫർ സ്വാദിഖ് റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് പോലും ആ പേടി നിന്നിട്ടില്ലെങ്കിൽ അങ്ങനെ ആൽച്ചനാ കുറവുള്ള എന്തിനു പേടി? നാല് മഅ്ശറത്തിൽ അല്ലാഹുവിന്റെ റസൂൽ നിങ്ങൾ നന്റെ ഒട്ടികൊല്ലേ നന്റെ പിമ്പറ്റണോ ചൊന്ന വിഷയത്തിൽ നിങ്ങൾക്ക് യാരെ കുരുടി വന്നു പോയിര് അതിനെ നിങ്ങൾ നിറവേറ്റിയിട്ടില്ലാണ്ട് ചൊന്നുറോ ചൊല്ലെ പേടിയാണ് ഒരു വലിയായ തങ്ങള് അവസ്ഥ എങ്ങനെ ആൽച്ചനാക്കി നോക്കൂ. മരിക്കടെ കാലത്തിൽ പോലും ഞങ്ങളുടെ മുഖത്തിൽ സുന്നത്തിന്റെ അടയാള കാണിട്ടുണ്ട് അങ്ങനെ ആഗ്രഹിക്കില്ല. വയസ്സായിട്ട് 10, 70, 80 വർഷമായിട്ട് പോലും ക്ലീൻ സേവാക്കി താടി പഠിക്കുന്ന ഗുണം ഇഷ്ടം. ഇരടക്ക് ഞാൻ മുടിയെടുക്കുക പോയവിടെ ഒരു വയസ്സിന് ആള് വന്നിട്ട് താടിയെടുക്കുക ഫുൾ സേവിംഗ് ആക്കും.
ആ മുടിയെടുക്കലോണ്ട് നണ്ടിട്ടിക്ക് ചൊല്ലേ ഹസ്രത്ത് താടിയെടുക്കുക അല്ലെ സേവകാക്കുക പേടിയാവിട്ടുണ്ട് ബ്ലേഡ് തറച്ചു പോയിരുവാണ് പേടിയാവിട്ടുണ്ട് അത്രക്കും തോലെല്ലാം നെരികെട്ടിട്ടുണ്ട് നോക്കൂ നാ ചൊന്നെന്ത് കൊന്തുണ്ട വയസ്സായിട്ട് പോലും റസൂലുള്ളാഹി തങ്ങളുടെ സുന്നത്തര അടയാളം ഞങ്ങളൊട്ടിക കാണണുണ്ട് ഞങ്ങൾ ഇഷ്ടപ്പെടില്ല മരിക്കയുടെ സമയം നാം മരിക്കുകയല്ലേ വയസ്സൊരാള് താടി ബെൽത്താള് മരിക്കുക അത് വേറെ വിഷയ ഏതായാലും ഞങ്ങളുടെ ശരീരത്തെ രോമത്തിന് കളർ ബദലായിട്ട് വെളുത്ത് ചൊല്ലത് മരണത്തെ ഒരു സൂചനയാണ് 40 വർഷം കഴിയുമ്പോഴത്തേക്ക് പിന്നെ മരണത്തിന് തയ്യാറാവണം അല്ലേ മരിക്കയുടെ സമയത്തിൽ പോലും ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പ്ലേഗ് ചൊല്ലിയ ഒരു രോഗം വന്നിട്ട് പെഞ്ഞായി മരിക്കുക 2 പെഞ്ഞായിമാർ ഒരു തിങ്കളുടെ ഇടയിൽ മരിക്കിടാർ 2 പെഞ്ഞൈമാർ ഇന്നാർ ഒരു തിങ്കളുടെ 2 പെഞ്ഞൈമാർ മരിച്ച വഫാത്തായി പോയാർ സ്വഹാബത്തിയ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് ആ രോഗം പകർന്നിട്ട് സ്പ്രെഡ് ചെയ്ത് മൂപ്പറും കിടത്തത്തിലേത്ത് കാണുക ബന്ന സ്വഹാബത്തിനൊട്ടിಗೆ ചൊന്നതിര കൊന്തുണ്ട 2 പെഞ്ഞൈമാർ മരിച്ചിരാറ് നക്കൊരു കായം താക്കി തണ്ടാറാണ് കിടത്തത്തിലായ രോഗിയായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നക്കൊരു കായം താക്കടാറ എന്തേ കേട്ടിട്ടാകുമ്പോ കാരണം ചൊന്നേ അല്ലാഹുവിന്റെ റസൂൽ നാം അശറത്തിൽ കാണുമ്പോൾ മരിക്കട ഗലികൾ ഒരു സുന്നത്ത് നഷ്ടപ്പെട്ടു എന്തിരെ മങ്ങിലാവൽ അല്ലാഹുവിന്റെ റസൂൽ സുന്നത്തല്ലേ അതിനാ മരിക്കട ഗലികൾ ഇല്ലല്ലേ പെഞ്ഞൈമാർ മരണപ്പെട്ടു പോയില്ലേ ആ സുന്നത്ത് നഷ്ടപ്പെട്ടു മരിക്കണക്ക് നക്ക് പേടിയാവോടോ ഇതാണ് മഹാന്മാർ ഇതാണ് സജ്ജനരഹാജ അങ്ങ് മരിക്കട മുന്നൽ തണ്ട് പോലും തലരെ മുടിക്ക് കംപ്ലീറ്റ് ഡൈ അടിച്ചിര കറുപ്പാട്ടിര ചിലപ്പോൾ നിസ്കാര കുലിയ സമാവില്ല മുടി കറുപ്പാട്ടിയത് കൊണ്ടിട്ട് കാരണം കറുപ്പാട്ടിൽ 2 വിധം ഉണ്ടെന്ന് വിശദീകരിക്കില്ല സമാവല്ല പെണ്ണിങ്ങ മൊയിലാഞ്ചി വയ്ക്കുമ്പോഴത്തേക്ക് കണ്ടിയ ചില മൊയിലാഞ്ചി കൊണ്ടിട്ട് ഉളു സമാവില്ല കുലിയ സമാവില്ല കുലി സമായില്ലാണ്ട് കണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ മുസ്ഹാഫ് തൊട്ടത് നിസ്കരിച്ചത് ആൾച്ചനാക്കോ മങ്ങിലായ പെണ്ണിങ്ങക്ക് മൊയിലാഞ്ചി വയ്ക്കൽ സുന്നത്ത് മാപ്പിലക്ക് ഭംഗിയായിട്ട് ചന്തായിട്ട് കാണുകൂ മങ്ങിലാവാത്ത പെണ്ണിങ്ങക്ക് അത് കറാഹത്ത് അത് ഒഴിവാക്കും മങ്ങിലാവാത്ത പെൺമക്ക കറാഹത്താണ് മൊയിലാഞ്ചി വയ്ക്കൽ അത് എൻഗേജ്മെന്റിന്റെ സമയത്തിലാണെങ്കിൽ പോലും കറാഹത്താണ് ഇസ്ലാമികമായ പൂർണ്ണമായ ശരീഅത്തിലെ ആ പാദത്ത് സ്വാലിഹീങ്ങളെ കാട്ടി തന്നെ തെറുക്കുന്നങ്ങ് മടങ്ങണു അതാണ് ഞങ്ങൾക്ക് രക്ഷ ബഹുമാനപ്പെട്ട ജഅഫർ സ്വാദിഖ് റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ് അവർക്ക് ജഅഫർ സ്വാദിഖ് തങ്ങൾ ഒരു യാത്ര ചെയ്യുമ്പോൾ കൊണ്ടല്ലേ കൂടെ ഒരു യാത്രിക കൊണ്ടു അയല്ലേ 1000 ദീനാറെ ഒരു കെട്ട് നഷ്ടപ്പെട്ടു പോയി 1000 ദീനാർ 1000 ബംഗാര നാണ്യങ്ങൾ കോയിൻസ് കാണാണ്ടായി അയാൾ ഡൗട്ട് വിചാരിച്ചാരെ കൊണ്ടുണ്ട് ജഅഫർ സ്വാദിഖ് തങ്ങൾ സുബ്ഹാനല്ലാഹ് ജഅഫർ സ്വാദിഖ് തങ്ങൾ വലിയ ആ ബംഗാർ കാണാത്ത അയാൾക്ക് ഇത് ജഅഫർ സ്വാദിഖ് തങ്ങാണ്ട് കൊന്തില്ല അയാൾ വിചാരിച്ച് അട്രാക്റ്റിക്കോൺ ജഅഫർ സ്വാദിഖ് തങ്ങൾ അയാളെ കണ്ട് ബയർ കത്തിയോണ്ടുണ്ട് പാവ എത്ര ബേജാറാവും ഇത് കാണാണ്ടായിട്ടാകുമ്പോൾ നോക്കോറു മങ്ങിലത്തേക്ക് മോളുക്ക് വേണ്ടി ബംഗാർ എടുത്ത് വെച്ചിരാറ് മങ്ങിലത്തെ മുന്നൽ തെണ്ട് ജാവ് കൗത്തു കല്ലെന്നുണ്ട് എല്ലാ ബംഗാർ കട്ടോണ്ട് പോയേ ഔത്തങ്ങളുടെ അവസ്ഥ എന്താവും ജഅഫർ സ്വാദിഖ് തങ്ങൾ ബേജാറായിട്ട് പടച്ചോനെ ഇയാളെ ഈ ബംഗാർ കാണാണ്ടായിത്തല്ല റബ്ബെ ജഅഫർ സ്വാദിഖ് തങ്ങൾ അയാൾ ബിയരിക്കട്ടെ ഇയാളെ കട്ടരെ കാണുന്നുണ്ട് ജഅഫർ സ്വാദിഖ് തങ്ങൾക്ക് അത് ബേജാറില്ല നന്റെ ഇയാൾ അപവാദാക്കിത്ത് നന്റെ ഡൗട്ട് സംശയിച്ചിട്ട് ഞങ്ങ എന്തിനാ ചൊല്ലുക അവനക്ക് ശാപ ബൈക്കുക ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആലിമായെങ്കിൽ ചിലപ്പോൾ ഞങ്ങൾ അവനു ശാപ ബൈക്കുക ഒരു ആലിയുടെ ഉസ്താദിന്റെ ശാപ തട്ട് പാടില്ല ശാപ ബൈക്കോ തീരാ ശാപ ബൈക്കിற ആൾമാർക്ക് ഷഫാഅത്ത് ചെയ്യണമെങ്കിൽ അവസരം അല്ലാഹു മഅശറത്തിൽ കൊടുക്കില്ല ജഅഫർ സ്വാദിഖ് തങ്ങൾ അയാളുടെ കേക്കിട് എത്ര ബംഗാര കോയിൻ അയാൾ ചൊല്ലൂല 1000 ജഅഫർ സ്വാദിഖ് തങ്ങൾ നേരെ ഔത്തുക്ക് പോണ്ടു 1000 കോയിൻ കൊണബണ്ട് അയാളുടെ കയ്യിൽ കൊടുക്കും അയാൾക്ക് അപ്പൊ ഉറപ്പയിത്ത് കട്ടരെ ഓക്കെ പേടിച്ചിട്ട് പേരോതന്നെ ജഅഫർ സ്വാദിഖ് തങ്ങൾ അങ്ങനെ വിചാരിക്കണ്ടേ നാണിപ്പോ ബയരകത്തിട്ട് അയാളെ സഹായിക്കണക്ക് വേണ്ടി കൊടുത്തെങ്കിലും അയാളുടെ സംശയം ഒന്നും കൂടി ആറാവൂ അങ്ങനത്തെ ചിന്തമേ ഇല്ല അള്ളാഹുക്ക് വേണ്ടി അയാളെ സഹായിക്കൊണ്ടു ചൊല്ല ഉദ്ദേശം മാത്ര അത് അള്ളാഹുന്റെ റസൂലിൽ നിന്ന് കിട്ടിയ കനിക്കത്തെ കൽബാണ് മനസ്സാണ് സൂഫിയത്ത് തസവ്വുഫ് അങ്ങനെ അയാൾ 1000 ദീനാരെ കൊടുത്തിട്ടു അയാൾ കൊസിൽ പോണ്ടു അയാളെ കട്ടരെ പിറകു തന്നിട്ടുള്ള ബീർച്ചിട്ടിക്കു എല്ലു കലിയുമ്പൊത്തു അയാളെ നഷ്ടപ്പെട്ടു പോയ ബംഗാരെ കെട്ട് കിട്ടി ഇപ്പൊ അയാൾക്ക് ബേജാറുള്ള നല്ലൊരു മനുഷ്യ കാണുക നല്ല ഒരു സ്വാലിഹായ മനുഷ്യരെ കണിക്ക് കണ്ടോയിത്ത് അയല്ലേ നാ ബിരുദgu അപവാദാക്കി സംശയിച്ചല്ലേ നേരെ ഓടിവണ്ട് കൊടുക്കുക നോക്കൂടി ഇതാ എന്റെ കിട്ടിയിട്ട് നിങ്ങൾ എടുത്തോളൂ ജഅഫർ സ്വാദിഖ് തങ്ങളുണ്ട് അയാൾ കൊന്തില്ല ജഅഫർ സ്വാദിഖ് തങ്ങൾ ചൊല്ലു ഞങ്ങൾ കൊടുത്തതുക്ക് മടങ്ങടെ പ്രശ്നമില്ല നിങ്ങൾ എടുത്തോ പോർ നാണിങ്ങ പൊരുത്തപ്പെട്ട് തന്നത് അപ്പ അയാൾ പുറത്ത് വന്ന് കേൾക്കും
ആൾമാർ ചൊല്ലാറ് അത് സയ്യിദുന ജഅഫർ സ്വാദിഖ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തിൽ പെട്ട അഹ്ലു ബൈത്തിൽ പെട്ട മഹാനാൻ. ആ മഹാനായ ജഅഫർ സ്വാദിഖ് റളിയല്ലാഹു അൻഹു ദുനിയാവുള്ള സ്ഥാനമാനവും ആൾമാർ ജഅഫർ സ്വാദിഖ് തങ്ങളൊട്ടിಗೆ പോണ്ടത് കാണുമ്പോത്തുകു അണ്ടത്തെ രാജാവായ മൻസൂർ രാജാവ് ആ വലിയായ തങ്ങളെ കൊല്ലുപാട്ടുകു നോക്കുടൂ. മന്ത്രിയുടെ കടത്തിട്ട് ചൊല്ലേ ജഅഫർ സ്വാദിഖ് തങ്ങളെ വിളിച്ചോണ്ട് വരൂ. മന്ത്രി സാധ്യായത്തര ചൊല്ലടോ രാജാവേ വേണ്ട രാജാവേ അതൊരു തങ്ങളാണ്, അയാള് സയ്യിദാണ് റസൂലുള്ളാഹി തങ്ങളെ കുടുംബത്തിൽ പെട്ട ആളാണ്, അയാളെ കൊന്നിട്ട് ഞങ്ങൾക്ക് എന്തിനു കിട്ടുകൂ, അയാളൊരു സ്വാലിഹായ മനുഷ്യനെ എന്തെല്ലാം മന്ത്രി ചൊന്നു നോക്കൂടൂ. മൻസൂർ രാജാവ് ഒപ്പില്ല. അവസാനം മന്ത്രി വിധിയില്ലാണ്ട് രാജാവുടെ പലകത്തുക ബല വെച്ച് ജഅഫർ സ്വാദിഖ് തങ്ങളെ വിളിക്കുക പോണ്ടു. മൻസൂർ രാജാവ് വിളിക്കട് നിങ്ങ പറഞ്ഞോല. ജഅഫർ സ്വാദിഖ് തങ്ങള് പറമ്പത്തുക രാജാവ് സൈനികന്മാരിട്ടുക ചൊല്ലൂടെ. ആ ജഅഫർ സ്വാദിഖ് തങ്ങൾക്ക് ഭയങ്കര ആളുമാരെ സപ്പോർട്ട് ഉണ്ടു. ആ തങ്ങളുടെ പിറകെ 100 കണക്കിൽ 1000 കണക്കിൽ ആളുമാരുണ്ടു. അയാളെ ബുടകു തീരാ കൊല്ലണോ. അയാളെ കാണുമ്പോ നന്റെ കിരീടത്തെ നാം എല്ലാം ഇങ്ങനെ വയത്തര നിങ്ങ നന്റെ മേ നോക്കണു. നാണ് കിരീടത്തെ എപ്പ വയത്തര അപ്പ നിങ്ങ അയാളെ ഓടി പോയിട്ട് അറ്റാക്ക് ആക്കിയിട്ട് കൊല്ലണോ. അല്ലാഹുവിന്റെ റസൂലെ കുടുംബത്തിൽ പെട്ട സയ്യിദായ സ്വാലിഹായ ഒരു വലിയായ തങ്ങളെ കൊല്ലുക വേണ്ടി ഒരു രാജാവ് പ്ലാനാക്കിട്. ജഅഫർ സ്വാദിഖ് തങ്ങൾ കടന്നു പറയുമ്പോത്തു മന്ത്രിമാരെല്ലാരും ബാളും തൽവാറും കത്തി മൊണിപ്പാട്ടി വെച്ചിട്ട് രാജാവിടെ തലമേ നോക്കി വെച്ചിട്ട് കിരീടം എത്ര നോക്കുവാ ചൊന്നിട്ടു. സുബ്ഹാനല്ലാഹ് ജഅഫർ സ്വാദിഖ് തങ്ങൾ കൊട്ടാരത്തെ എൻട്രി ആവലോട് കൂടെ ചൊല്ലു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഇത് ചൊല്ലലോടുകൂടി രാജാവ് പാരിട്ട് എഞ്ചിട്ട് ഓടി പോയിട്ട് ജഅഫറെ കൈപിടിച്ച് കൂട്ടിയോ സിംഹാസനത്തിൽ പാടിയിട്ട് ജഅഫർ സ്വാദിഖ് തങ്ങളെ കാലിലെ കീഴിൽ മുട്ടി രാജാവരുടെ കേക്കോരോ ചൊല്ലുമ്പോ ബഹുമാനപ്പെട്ട ജഅഫർ സ്വാദിഖ് തങ്ങൾ ചൊല്ലു നണ്ടിനി നിങ്ങ ഒരുക്കം മൂടക ബിലിപ്പാട്ടകോ തീരാ നക്കതേ വേനായേ നന്റെ നിങ്ങ ബിലിപ്പാട്ടകോ തീരാ നക്കതേ വേനായേ ചൊല്ലു. അങ്ങനെ രാജാവ് ബഹുമാനിച്ചിട്ട് തങ്ങളെ വിട്ട് കടത്തിര് സ്വീകരണ കൊടുത്തു കടത്തിര് ബീൽ കൊടുക്കാക്കിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തിൽ പെട്ട് ജഅഫർ സ്വാദിഖ് തങ്ങളെ കടത്തിര്. എന്നിട്ട് ജഅഫർ സ്വാദിഖ് റളിയല്ലാഹു അൻഹു കൊട്ടാരത്തെ ഇങ്ങി പോവലോടുകൂടെ മൻസൂർ രാജാവ് യസർത്തില്ല. 3 വഖത്ത് നിസ്കാരത്തെ നേര യസർത്ത് വന്നിട്ടില്ലാണ്ടും അഭിപ്രായമുണ്ടോ. അതല്ല 3 നാള് യസർത്ത് വന്നിട്ടില്ലാണ്ടും അഭിപ്രായമുണ്ടോ. ഏതായാലും 2ാമത് യസർത്ത് വന്നിട്ട് ഹബർ തപ്പിയത് സമായിട്ട് എഞ്ചി തേക്കുമ്പോ തൂകൂ സൈനികന്മാരും മന്ത്രിമാരും മൻസൂർ രാജാവരൊട്ടിಗೆ കേക്കടെ ആ തങ്ങളെ കൊല്ലുപാട്ടുക വേണ്ടി വിളിപ്പാട്ടിട്ട് നിങ്ങ കിരീട വയത്തറാറു ചൊന്നു കാത്ത് തേക്കുമ്പോ തൂകൂ അയാളെ കാണുമ്പോ നിങ്ങമേ പേടിച്ചു പോയാറല്ലേ ചൊല്ലുമ്പോ തൂകൂ. ആ മൻസൂർ രാജാവ് ചൊന്ന പലക്കെന്തിര ഗൊന്തുണ്ട മുസ്ലിം അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തിൽപ്പെട്ട ജഅഫർ സ്വാദിഖ് റളിയല്ലാഹു അൻഹു കടന്നു പറമ്പുത്തുകൂ വലിയ ഭീകരമായ ഗാത്രത്തിലുള്ള ഒരു പാമ്പും വന്നിറ്. ആ പാമ്പതാനാണ് കണ്ടിട്ട് വല്ലാണ്ട് പേടിച്ചു പോയ നാണ് മീത്ത് തങ്ങളെ ബഹുമാനിച്ചിട്ടില്ല ആദരിച്ചിട്ടില്ലാണ്ട് കണ്ടെങ്കിൽ ആ പാമ്പ് ഒന്നാന്നെ മുൽങ്ങാന്ത് അതല്ലെങ്കിൽ നക്ക് കൊത്താന്ത് നാണ് ബഹുമാനിച്ചിട്ട് ആദരിച്ചിട്ട് കടത്തുള്ളൂടെ ആ പാമ്പും തങ്ങളെ കൂടെ മേയിഞ്ഞ് പൊയ്ത്ത് അത് കറാമത്താണ് മുസ്ലിമേ. അണ്ടൽ പിന്നെ മൻസൂർ രാജാവു അല്ലാഹുവിന്റെ റസൂലെ കുടുംബത്തിൽ പെട്ട തങ്ങന്മാരൊട്ടിಗೆ കളിക്കില്ല. അല്ലാഹ് ഇഷ്ടപ്പെട്ട സ്വാലിഹീങ്ങളായ മഹാന്മാർ അങ്ങനെയാണ്. അങ്ങനെ ഒരേ ഒരു ദുആ കൊണ്ട് മരണപ്പെട്ടു പോയ രാജാക്കന്മാരുണ്ടോ. അങ്ങനെ ഒരു ദുആ കൊണ്ട് ആകാശത്തിൽ നിന്ന് മല ചൊരിഞ്ഞതുണ്ടോ. അങ്ങനെ ഒരു ദുആ കൊണ്ട് എന്തെല്ലാം സംഭവിച്ചു പോയതുണ്ടോ. അങ്ങനെ ബർക്കത്ത് കൊണ്ട് എന്തെല്ലാം റഹ്മത്ത് ദുനിയാവ് ഇറങ്ങി വന്നതുണ്ടോ. അതുകൊണ്ട് തന്റെ ഈമാനുള്ളങ്ങളെ അല്ലാഹ് ആദരിച്ചങ്ങളെ ആദരിക്കേണ്ടത് ഈമാനാണ്. അല്ലാഹ്
ആദരിച്ചങ്ങലൊട്ടുകൊള്ള അനാദരവ് ഈമാൻ നഷ്ടപ്പെട്ടു പോണുക കാരണമാണ്. അർഹമുർ റാഹിമീനായ അല്ലാഹുവേ, അഹ്ല ബൈത്തിൽപ്പെട്ട തങ്ങന്മാരും സയ്യിദന്മാരും മഹാന്മാരായ സ്വാലിഹീങ്ങളും ഞങ്ങളെ മുന്നിൽ കടന്നുപോയ സജ്ജനങ്ങള്, നിന്റെ ആരിഫീങ്ങളായ ഔലിയാക്കന്മാർ അങ്ങനെ സ്നേഹിച്ചിട്ട് അങ്ങനെ പൊരുത്തത്തോടുകൂടെ ജീവിച്ചിട്ട് നാളെ ആഖിറത്തിൽ അങ്ങനെ കൂടെ നിന്റെ ഹബീബായ തങ്ങളെ ശഫാഅത്തിൽ ഒരുമിച്ച് കൂടുന്നുകൊല്ല തൗഫീഖ് താ അല്ലാഹു. അങ്ങനെ ഈ സദസ്സുൽ അല്ലാഹു ഖബൂലാക്കട്ടെ. എല്ലാവരും ഒരു 3 സ്വലാത്ത് ചൊല്ലുക ഇൻഷാ അല്ലാഹ്. പിന്നെ എല്ലാവരും അത് ഒരു 3 സ്വലാത്ത് ചൊല്ലുക. ഫളലി സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على محمد يا رب صل عليه وسلم يا رب العالمين حمدا يوافي نعمه ويكافئ مزيده اللهم صل وسلم على رسولك سيدنا محمد وعلى آل وأصحاب سيدنا محمد اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, ഒരു വിഷയത്തെ ശ്രദ്ധയിൽപ്പെടുത്താനൊക്കെ ഓർമ്മപ്പെടുത്താനൊക്കെ മറന്നുപോയി. ബഹുമാനപ്പെട്ട ഞങ്ങളുടെ CTM ടീം തങ്ങൾ ഉണ്ട് ദുആത്തുകനെ ഇണ്ടൂടൊക്കെ ഞങ്ങളുടെ സദസ്സുക പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട തങ്ങൾ ദുബൈക്ക് പോയിട്ട് അനിവാര്യമായ ഒരു സാഹചര്യത്തിൽ ബർണുക ആവാണ്ടായത് കൊണ്ടിട്ടു ഇണ്ടൂടൊക്കെ വന്നിട്ടില്ല. ഇൻഷാ അല്ലാഹ് താരീഖ് തങ്ങളെ വണ്ട് ചൊന്നിട്ടൂട്ടെ കമ്മിറ്റിക്കാർ ഉത്തരവാദിത്തപ്പെട്ട ആൾമാർ അറിയിച്ചിട്ട് അത് ഈ സദസ്സിൽ ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടി തങ്ങ നണ്ടിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. നാ പറയുമ്പോഴത്തേക്കും തങ്ങൾ നക്ക് ദുബൈരെ ഫോണാക്കിയിട്ടുണ്ട് അഷ്ഫാഖ് പൈസ നിങ്ങൊന്ന് സൂചിപ്പിക്കണു കാരണാന്തരത്തിൽ ബറകായിട്ടില്ല അതിൻ്റെ നാ ബർണിന്ത് ബഹുമാനപ്പെട്ട സയ്യിദ് മദനി തങ്ങളെ ഹദറത്തുക നാ അതിൻ്റെ ബർണിന്ത് ആ സദസ്സുക നക്ക് കാരണാന്തരത്തിൽ ബറകായിട്ടില്ല. ഇൻഷാ അല്ലാഹ് 8 താരീഖ് നാ ബണ്ടെ ഒന്ന് ഓർമ്മപ്പെടുത്തോറു. അപ്പം ഈ സദസ്സിൽ അത് ഓർമ്മപ്പെടുത്തര അള്ളാഹു ബഹുമാനപ്പെട്ട തങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. അഹ്ലു ബൈത്തിലെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു ഞങ്ങൾ ഈ സദസ്സിലെ ദുആത്ത് അള്ളാഹു ഖബൂലാക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി വഅസ്ഹാബി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ് അർഹമുർ റഹീമീനായ അൽ മലിക്കുൽ മുലൂക്കായ രാജ സയ്യിദായ അല്ലാഹുവേ, വിധത്തിൽ ബന്ധുപോയ എല്ലാ ദോഷത്തിനും മാഫ് താ റബ്ബേ. ഞങ്ങളുടെ അബ്ബാവും മകും എലങ്ങമൂത്തങ്ങും പെഞ്ഞായി മക്കകും ഞങ്ങളുടെ കുടുംബക്കാർക്കും ഞങ്ങളുടെ നിരക്കരടങ്ങും ഞങ്ങളുടെ രായത്തങ്ങും ഞങ്ങളെ സഹായിച്ചങ്ങ ഞങ്ങളൊട്ടിക്ക് ദൂരക്കൊണക്കും വസിയത്ത് ചൊന്നങ്ങ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയങ്ങ ഞങ്ങളുടെ ഉസ്താദന്മാർ മശായിഖീങ്ങൾ അങ്ങ് എല്ലാവർക്കും നീ പുറത്തു കൊടു റബ്ബേ. ഞങ്ങളെയും ഞങ്ങളെ ദുനിയാവിലും ആഖിറത്തിലും നീ ഇസ്സത്തിലാക്കു റഹ്മാനെ. എല്ലാവിധ ആഫത്ത് മുസീബത്ത് അപകട മരണങ്ങളിൽ നിന്ന് കാത്ത് സലാമത്താക്കു റഹ്മാനെ. നിന്റെ മഹാന്മാരെ ഹഖ് ജാഹ് ബറക്കത്തുകൊണ്ട് ബഹുമാനപ്പെട്ട സയ്യിദ് മദനി തങ്ങളെ ഹഖ് ബറക്കത്തുകൊണ്ട് അല്ലാഹുവേ, മാരകമായ ക്യാൻസർ പോലത്തെ രോഗത്തിൽ നിന്ന് ഞങ്ങൾ നീ സലാമത്തിലെത്താ അല്ലാഹ്. അങ്ങനെ നീ സലാമത്താക്കി റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് രോഗികളുള്ള റബ്ബേ, ക്യാൻസർ ബാധിച്ചങ്ങ, ഹാർട്ട് പേഷ്യന്റുമാർ, കിഡ്നിക്ക് വൈഫല്യം സംഭവിച്ചങ്ങ, BP ഉള്ളങ്ങ, ഷുഗർ ഉള്ളങ്ങ, ശരീരത്തെ പല ഭാഗത്തും പലതരത്തിലുള്ള അസുഖങ്ങൾ ബാധിച്ച ആൾമാർ യാ അല്ലാഹ്. അല്ലാഹുവേ, നീ അങ്ങ് ശിഫ കൊടു റഹ്മാനെ. നീ അങ്ങ് ശിഫ കൊടു റഹ്മാനെ. പടച്ചോനെ, അങ്ങ് നീ ശിഫ കൊടു റഹ്മാനെ. മാരകമായ രോഗത്തിൽ നിന്ന് ഞങ്ങളെ നീ സലാമത്താക്കനെ അല്ലാഹ്. അർഹമുർ റഹീമീനായ അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ കടവുള്ള ആളുമാരുണ്ട് റബ്ബേ. കടവീടണുകൊല്ല മാർഗത്തെ കാട്ടിക്കൊടുക്കനെ അല്ലാഹ്. സ്വന്തം അവയില്ലാത്ത അപകടണുകൊല്ല മാർഗത്തെ കാട്ടിക്കൊടുക്കനെ റബ്ബേ. പടച്ചോനെ, ഞങ്ങളുടെ കൂട്ടത്തിൽ മക്കയില്ലാത്ത സയ്യിദ് മദനി തങ്ങളെ ബറക്കത്ത് കൊണ്ട് സ്വാലിഹായ മക്കളെ കൊടുക്കനെ അല്ലാഹ്. ഞങ്ങളെയും ഞങ്ങൾക്ക് തന്നെ മക്കളെയും ദുനിയാവിലും ആഖിറത്തിലും അബ്ബാവുമ്മയുടെ ഇസ്സത്തും സന്തോളത്തുക കാരണം അവിടെ മക്കളിൽ പെടുത്തനെ അല്ലാഹ്. അർഹമർ റഹീമീനായ അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ മങ്ങിലാവിടെ വയസ്സായ സഹോദര സഹോദരിമാരുള്ള റഹ്മാനെ, ഖൈറായ ഇനകളെ നീ അങ്ങ് എത്തുവാട്ടി കൊടുക്കനെ അല്ലാഹ്. പടച്ചോന, കറുപ്പുഞ്ചായ സഹോദരിമാരുള്ള സുഖപ്രസവമാക്കനെ അല്ലാഹ്. സ്വാലിഹായ മക്കളങ്ങ് നീ കൊടുക്കനെ അല്ലാഹ്. കണ്ണേറിൽ നിന്ന് അങ്ങനെ നീ സലാമത്താക്കനെ അല്ലാഹ്. പടച്ചോനെ, ഞങ്ങൾക്ക് നീ എന്തെല്ലാം തന്നര
ഞങ്ങളെ ആയുസ്, ആരോഗ്യം, സമ്പത്ത്, സന്താനം, ഇൽമ, ഇബാദത്ത് എല്ലാത്തിലും നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ. പടച്ചോനെ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുമാർ, ഞങ്ങളുടെ കുടുംബക്കാർ, ഞങ്ങളെ നേരിടങ്ങ, ഞങ്ങളൊട്ടിക്ക് ദുആ കൊണ്ട് വസിയത്ത് ചൊന്നങ്ങ, ഞങ്ങളെ സഹായിച്ചങ്ങ, ഞങ്ങൾക്ക് ഇൽമു പഠിപ്പാറ്റങ്ങ അല്ലാഹുവേ. പടച്ചോനെ, ഒരു കാലത്ത് പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്തിനെ ഈ രായത്തിൽ നിലനിർത്തി ആത്മീയമായിട്ട് സുദീർഘകാലം ഈ രായത്തിന് നേതൃത്വം കൊടുത്ത് ബഹുമാനപ്പെട്ട താജുൽ ഉലമ, അല്ലാഹു അങ്ങനെ ദറജ നീ ഏറ്റുകൊടു റഹ്മാനെ. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ, അങ്ങനെ ദറജ നീ ഏറ്റുകൊടുക്കണേ റഹ്മാനെ. റഈസുൽ മുഹഖഖീൻ കന്യത്ത് ഉസ്താദ്, അങ്ങനെ ദറജ നീ ഏറ്റുകൊടുക്കണേ റഹ്മാനെ. അങ്ങനെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ഈമാൻ സലാമത്താക്കണേ അല്ലാ, ഞങ്ങളുടെ ഈമാൻ സലാമത്താക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂടെ ഞങ്ങളെ നിന്റെ ഹബീബായ തങ്ങളെ കൂടെ നാല് ശഫാഅത്തിൽ ഒരുമിച്ച് കൂട്ട് റഹ്മാനെ. മഅശറത്തിൽ വലത്തെ കയ്യിലെ കിതാബ് ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ പെടുത്ത റഹ്മാനെ. അല്ലാഹുവേ, പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്തിലെ ഖിയാമത്ത് നാൾ വരേക്കും ഈ റായത്തിൽ നീ നിലനിർത്ത് റഹ്മാനെ, നീ നിലനിർത്ത് റഹ്മാനെ. അതൊക്കെ വേണ്ടി അധ്വാനിക്കരങ്ങളെ നീ സഹായിക്കണേ അല്ലാ. ഉഖറവിയായ പണ്ഡിതന്മാർക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊട് റഹ്മാനെ. ഞങ്ങളുടെ ആ കൂട്ടത്തിൽ നീ പെടുത്ത് റഹ്മാനെ. പടച്ചോനെ, നിന്റെ സ്വാലിഹായ ബഹുമാനപ്പെട്ട സയ്യിദ് മദനി തങ്ങളെ ഉറൂസ് ഈ വഅദ് ഈ ബന്ധു കൂടിയ കനിക്കത്തെ ആളുമാരുടെ മനസ്സിൽ എന്തെല്ലാം ഹലാലായ ഉദ്ദേശങ്ങളുണ്ട് അതെല്ലാത്തെ നീ പൂർത്തിയാക്കി കൊടുക്കണേ അല്ലാ. പടച്ചോടെ ഇവിടെ ഒരുമിച്ച് കൂടിയ ഓരോരുത്തരുടെ മനസ്സിലും ഓരോ ഉദ്ദേശങ്ങളുണ്ട് റഹ്മാനെ. പടച്ചോനെ, അങ്ങനത്തെ ഉദ്ദേശങ്ങൾ വെച്ചിട്ടാണ് നിന്റെ വലിയ ദർബാറുക വന്നത്. അല്ലാഹുവേ, ഞങ്ങൾ ചൊന്നില്ലെങ്കിലും അങ്ങനെ മനസ്സുള്ള മൊറാദ് നിക്ക് ഗൊന്തുണ്ട് റഹ്മാനെ. നീ പൂർത്തിയാക്കി കൊടുക്കണേ അല്ലാ, നീ പൂർത്തിയാക്കി കൊടുക്കണേ അല്ലാ. ഈ സദസ്സുള്ള ഓരോരുത്തർക്കും ഹജ്ജും ഉംറ ചെയ്യാനുള്ള തൗഫീഖ് കടത്താ റബ്ബേ. അതുക്കുള്ള തെറി എളുപ്പമാക്കി കൊടുക്കണേ റബ്ബേ. ഞങ്ങളുടെ കൂട്ടത്തിൽ ഹജ്ജിക്ക് ഭർത്തായ ആളുമാറുണ്ട് റഹ്മാനെ. ഞങ്ങളുടെ കുടുംബത്തിലും ഹജ്ജിക്ക് ഭർത്തായ ആളുമാറുണ്ട് റഹ്മാനെ. നീ പൊരുത്തപ്പെട്ട നിലക്ക് ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹുവേ നീ പൊരുത്തപ്പെട്ട നിലക്ക് ഹജ്ജ് ചെയ്യണകും, മഖബൂലും മബ്റൂറുമായ ഉംറ ചെയ്യണകും, നിന്റെ ഹബീബിയുടെ റൗള ശരീഫ് സിയാറത്ത് ചെയ്യണകുള്ള ഭാഗ്യത്തെ ഞങ്ങൾക്ക് കൂടെ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഇനിയും ധാരാളം തവാഫ് ചെയ്യാനുള്ള അവസരത്തെ നീ താ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് മരണം ഖൈറായ സമയത്ത് പൂർണ്ണമായ ഈമാനോടുകൂടി ഷഹാദത്ത് കലിമ ചൊന്നിട്ട് സ്വർഗത്തെ കണ്ട് പുഞ്ചിരിച്ചിട്ട് വുദൂഓടെ മരിക്കണകുള്ള ഭാഗ്യത്തെ താ റഹ്മാനെ. പടച്ചോനെ, ലോക മുസ്ലിമീങ്ങളെ ഇസ്സത്തിലാക്ക് അല്ലാ, മുസ്ലിമീങ്ങളെ ഐക്യത്തിലാക്ക് റഹ്മാനെ. ഞങ്ങൾ തമ്മിൽ ഭിന്നിച്ചു പോണ്ടതിൽ നിന്ന് ഞങ്ങളെ നീ കാത്ത് സലാമത്താക്ക് റഹ്മാനെ. ഇസ്ലാമിന്റെ ശത്രുക്കളെ അല്ലാഹുവേ നീ പരാജയപ്പെടുത്തു റഹ്മാനെ. ലോകത്ത് എവിടെല്ലാം മുസ്ലിമീങ്ങൾ ദുരിതങ്ങളും ദുഃഖത്തിലുള്ളാറാ അങ്ങനെ നീ ആശ്വസിപ്പിക്കു റഹ്മാനെ. അങ്ങനെ നീ സബർ കൊടു റഹ്മാനെ. അല്ലാഹുവേ, നീ ഇസ്സത്തിലാക്കു റഹ്മാനെ. ഞങ്ങൾ ആഖിബത്തും ഈമാനും സലാമത്താക്കു റഹ്മാനെ. അല്ലാഹുവേ, ഈ പള്ളി പരിപാലിക്കടെ സയ്യിദ് മദനി തങ്ങളുടെ ഖിദ്മത്തെടുക്കര കനിക്കത്തെ കമ്മിറ്റിക്കാർ ഇണ്ടേ വരേക്കും ഈ പള്ളിക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്യുന്ന കമ്മിറ്റിക്കാർ ഒരു ശമ്പളവും എടുക്കാണ്ട് ഇണ്ടും നിന്റെ പള്ളിക്കും സയ്യിദ് മദനി തങ്ങളുടെ ഖിദ്മത്തെടുക്കര ഈ റായത്തിലുള്ള കമ്മിറ്റിക്കാർ അല്ലാഹു അർഹമായ പ്രതിഫലത്ത് കൊടുക്കണേ അല്ലാ. അങ്ങക്ക് ദുനിയാവിലും ആഖിറത്തിലും ഇസ്സത്തിനെ കൊടുക്കണേ അല്ലാ. ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. അങ്ങനെ നൈപ്പുള്ള ബർക്കത്ത് കൊടുക്കണേ അല്ലാ. ഈ റായത്തിൽ ഇൽമുക നേതൃത്വം കൊടുത്ത് ഇണ്ടേ വരേക്കും ഇൽമുക നേതൃത്വം കൊടുത്ത മഹാന്മാർ ആലിമീങ്ങൾ ഇണ്ടും ഈ റായത്തിൽ ഇൽമുക നേതൃത്വം കൊടുക്കുന്ന പണ്ഡിതന്മാർ അങ്ങനെ ഇൽമുൽ നീ ബർക്കത്ത് കൊടു റഹ്മാനെ. അങ്ങനെയും ഞങ്ങളുടെ ഈ മുഖറവിയായ ആലിമീങ്ങളിലും മുതഅല്ലിമീങ്ങളിലും പെടുത്ത റഹ്മാനെ. ഞങ്ങളുടെ ദുആത്തെ നീ സ്വീകരിക്കു റബ്ബേ. നിന്റെ ഹബീബായ തങ്ങളുടെ ഹഖ് ജാഹ ബർക്കത്ത് കൊണ്ട്, ബദരീങ്ങളുടെ ബർക്കത്ത് കൊണ്ട്, സയ്യിദ് മദനി തങ്ങളുടെ ഹഖ് ജാഹ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ദുആത്തെ നീ സ്വീകരിക്കു റഹ്മാനെ. റബ്ബന ആതിനാ ഫിദ് ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അതുപോലെ പടച്ചോനെ, നിന്റെ കൂടെ വഅദക വന്നേ നാനുള്ള കാസർഗോഡ് നിന്റെ ജമാഅത്തിലെ ജനറൽ സെക്രട്ടറി സഹദാജി അല്ലാഹുവേ 35 വർഷത്തിലുണ്ട് പള്ളിയിലെ സെക്രട്ടറി ആയിട്ട് സേവനം ചെയ്തുകൊണ്ടുണ്ട്. അയാളുടെ ഖിദ്മത്തിനെ നീ കബൂലാക്കു റബ്ബേ. അയാളുടെ മരണപ്പെട്ടു പോയി പെഞ്ഞായുടെ ഖബർ നീ സന്തോഷത്തിലാക്കി കൊടു റഹ്മാനെ. അതുപോലെ നിന്റെ കൂടെ വന്ന് ഞങ്ങളുടെ ജമാഅത്തിലെ ജോയിന്റ് സെക്രട്ടറി ഹനീഫിച്ച അല്ലാഹു അയാളുടെ ചെറിയ 2-3 മക്കൾ മരണപ്പെട്ടു പോയിട്ട് 4 സ്വർഗത്ത് അബ്ബാവും മട കൈ പിടിച്ചിട്ട് കൂട്ടിയോ പോണ്ട കനിക്കത്തെ ആ മക്കളിൽ അങ്ങനെ പെടുത്തു റഹ്മാനെ. ആ ഭാഗ്യത്തെ ഹനീഫ് സാഹിബ് നീ കൊടു റഹ്മാനെ. അയാളുടെ പെഞ്ഞായികുമാനെ സീബരെ നീ കൊടു റഹ്മാനെ. അങ്ങ് സബർ കൊടു റഹ്മാനെ. ഉള്ള മക്കൾക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടു റഹ്മാനെ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ ഫഗ്ഫിർ ലനാ
لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم എല്ലാവരും നക്കും എൻ്റെ കുടുംബത്തിന് ദുആ പറയും ഇൻഷാ അല്ലാഹ് നാനും ദുആ ചെയ്യട്ടെ സയ്യിദ് മദനി തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നിങ്ങൾ എല്ലാവരും ദുആ അല്ലാഹ് ഖബൂലാക്കട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു സജ്ജനങ്ങളുടെ പാത എന്ന വിഷയത്തെ ആസ്പദമാക്കി നീണ്ട പ്രഭാഷണം നടത്തി നമ്മെ അറിവിൻ വിസ്മയ തീരത്തേക്ക് കൈപിടിച്ചാനയിച്ച് അഷ്ഫാഖ് ഫൈസി ഉസ്താദ് അവർക്കൊരായിരം അഭിവാദ്യങ്ങൾ. നാളെ ഈ വേദിയിൽ വെച്ച് നടക്കുന്ന മതവിജ്ഞാന സദസ്സിൽ സമൂഹത്തിന്റെ ധാരാളം ശിഷ്യസമ്പത്തിന് സമർപ്പിച്ച് MC മുഹമ്മദ് ഫൈസി മോങ്ങം